ഹായ്, ലക്ഷ്യ ട്യൂഷൻസിന്റെ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബയോളജി ആണ് ഡിസ്കസ് ചെയ്യുന്നത്. 10ാം ക്ലാസ്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആണ് പാർട്സ് ഓഫ് എവല്യൂഷൻ. അപ്പൊ നമ്മൾ ജനറ്റിക്സ് എല്ലാം പഠിച്ചിട്ടിരിക്കുവാണ്. മെൻഡൽസിന്റെ എക്സ്പെരിമെന്റ് എല്ലാം പഠിച്ചു ഫസ്റ്റ് ചാപ്റ്ററിൽ. ഇനി ഹ്യൂമൻ എവല്യൂഷൻ എങ്ങനെയാണ്, അതിന്റെ സയന്റിഫിക് ബേസിസ് എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യമാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മെയിൻ ടോപ്പിക്സ് ഇതൊക്കെയാണ്: ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ബാക്ടീരിയ, ലാമാർക്കിസം, ഡാർവിനിസം, നിയോ-ഡാർവിനിസം, എവിഡൻസസ് ഓഫ് എവല്യൂഷൻ, ഹ്യൂമൻ എവല്യൂഷണറി പാത്ത്, ഹ്യൂമൻ നെർവസ് സിസ്റ്റം. ഇതിൽ ഹ്യൂമൻ നെർവസ് സിസ്റ്റം കുറച്ചൊരു വാസ്റ്റ് ഏരിയ ആണ്. അതിന് മുന്നേ കുറച്ച് കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. എങ്ങനെയാണ് ഹ്യൂമൻ എവല്യൂഷൻ ഇന്ന് കാണുന്ന മോഡേൺ മാനിലേക്ക് എത്തിയത് എന്നുള്ള കാര്യം നമ്മൾ പഠിക്കാനുണ്ട്. ടോപ്പിക്കിലേക്ക് പോവാം. അപ്പൊ ആദ്യം ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതൊരു കേസ് സ്റ്റഡി ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ഇൻസിഡന്റുമായിട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചാപ്റ്റർ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: എ യങ് മാൻ ഹു വാസ് അഡ്മിറ്റഡ് ടു ഹോസ്പിറ്റൽ വിത്ത് സിവിയർ കോഫ് ആൻഡ് ഫ്ലം വാസ് ഡയഗ്നോസ്ഡ് ട്യൂബർക്കുലോസിസ്. ഇപ്പോൾ ഒരു വ്യക്തി ട്യൂബർക്കുലോസിന്റെ സിംറ്റംസുമായിട്ട് ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യുവാണ്, അഡ്മിറ്റ് ആവുകയാണ്. അയാൾക്ക് കണ്ടുപിടിച്ചു ട്യൂബർക്കുലോസിസ് ആണെന്ന്. ഹി വാസ് ഗിവൺ സെവറൽ ആന്റിബയോട്ടിക്സ് ഫോർ 6 weeks. 6 weeks എന്ത് കൊടുത്തു? ആന്റിബയോട്ടിക്സ് കൊടുത്തു. ആൻഡ് ഫർദർ എ സ്പെസിഫിക് ആന്റിബയോട്ടിക് ഫോർ 33 weeks. അതായത് ഏത് കോസേറ്റീവ് ഓർഗാനിസം ആണ് ട്യൂബർക്കുലോസിസ് കോസ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിച്ചു. അതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് എന്തും കൊടുത്തു? ആന്റിബയോട്ടിക്സ്. ആ ലൈഫിനെ കില്ല് ചെയ്യാൻ ആന്റിബയോട്ടിക്സും കൊടുത്തു. 10 months after the beginning of the treatment, a culture of the lung fluid and a chest X-ray were performed to confirm that tuberculosis was cured. അതായത് അസുഖമൊക്കെ മാറി അങ്ങനെ 10 monthsന് ശേഷം ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കുവാണ്, ട്യൂബർക്കുലോസിസ് ഫുൾ ആയിട്ടും ക്യൂർ ആയോ, ബാക്ടീരിയ എല്ലാം പോയോ എന്നുള്ള രീതിക്ക് ടെസ്റ്റ് ചെയ്യുവാണ്. അപ്പൊ കംപ്ലീറ്റ്ലി ക്യൂർ ആയിട്ടുണ്ട്. പിന്നെ എന്ത് സംഭവിച്ചു നോക്കിക്കേ. 2 months later the young man was again admitted to hospital with the same symptoms. 2 മാസത്തിന് ശേഷം അതേ സെയിം സിംറ്റംസുമായിട്ട് അതേ മനുഷ്യൻ എന്ത് ചെയ്യണം, പിന്നും ഹോസ്പിറ്റലിലേക്ക് വരുവാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഹോസ്പിറ്റൽസ് എന്ത് ചെയ്യുന്നു, അതേ മരുന്ന് അയാൾ കൊടുക്കുന്ന ആന്റിബയോട്ടിക്സ്. പക്ഷെ 10 ദിവസത്തിന് ശേഷം അയാൾ ചെസ്റ്റ് ഇൻഫെക്ഷൻ കാരണം മരണപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോ എങ്ങനെയാണ് തിരിച്ചു വന്നത് എന്തൊക്കെയെന്നുള്ളത് അറിയാൻ വേണ്ടി ഭയങ്കര കൺഫ്യൂഷൻ ആയിപ്പോയി ഡോക്ടേഴ്സിനെല്ലാം. അപ്പൊ അവർ എന്ത് ചെയ്യുവാണ്, ടു ഫൈൻഡ് ഔട്ട് വേർ ദിസ്, അവർക്ക് മനസ്സിലായത് അവരുടെ ബോഡിക്കകത്ത്, ആ പേഷ്യന്റെ ബോഡിക്കകത്ത് പിന്നെയും ഈ ട്യൂബർക്കുലോസിസ് വരുന്ന ബാക്ടീരിയ വന്നിട്ടുണ്ട്. അതായത് നമ്മൾ കൊടുത്ത ആന്റിബയോട്ടിക് ഒന്നും എന്ത് ചെയ്യുന്നില്ല, അവർക്ക് വർക്കിംഗ് ആവുന്നില്ല. അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ബാക്ടീരിയ ഇപ്പൊ അയാളുടെ ദേഹത്തുള്ളത്. സോ ടു ഫൈൻഡ് ഔട്ട് വേർ ദീസ് ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ബാക്ടീരിയ കെയിം ഫ്രം, DNA ഓഫ് ദീസ് ബാക്ടീരിയ വാസ് കമ്പയർഡ് വിത്ത് ദ DNA ഓഫ് ദ ട്യൂബർക്കുലോസിസ് ബാക്ടീരിയ. അതായത് നേരത്തെ ഉള്ള ബാക്ടീരിയയും ഇപ്പോഴുള്ള ബാക്ടീരിയ നമ്മൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ, അതായത് എന്തെങ്കിലും വ്യത്യാസം കാണുമല്ലോ. നേരത്തെ കൊടുത്ത മരുന്ന് ക്യൂർ ആയി, ഇപ്പൊ അതേ മരുന്ന് കൊടുക്കുമ്പോൾ ക്യൂർ ആവുന്നില്ല ട്യൂബർക്കുലോസിസ്. അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് DNA കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തി. അപ്പൊ അവർക്ക് എന്താ മനസ്സിലായത്? ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് a mutation in a specific gene made the bacteria resistant to antibiotics. എന്ത് സംഭവിച്ചു എന്നാ പറഞ്ഞ മ്യൂട്ടേഷൻ. നമ്മൾ മ്യൂട്ടേഷൻ ഓൾറെഡി പഠിച്ചതാണ് അല്ലേ. സഡൻ ഹെറിറ്റബിൾ ചേഞ്ച് ആണ് എന്ന് വിളിക്കുന്ന മ്യൂട്ടേഷൻ വിളിക്കുന്നത്. സോ ആദ്യം വന്ന ബാക്ടീരിയയുടെ ജീനിൽ എന്തോ ഒരു മ്യൂട്ടേഷൻ സംഭവിച്ചു. ആ പുതിയ ബാക്ടീരിയക്ക് അതിന്റെ ജീനിൽ എന്തോ ഒരു മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുണ്ട്. അതായത് കൊടുക്കുന്ന ആന്റിബയോട്ടിക്കിന് എഗെയിൻസ്റ്റ് ആയിട്ട് ലീഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആർക്ക് വന്നു കഴിഞ്ഞു? ആ പുതിയ ട്യൂബർക്കുലോസിസ് കോസിംഗ് ബാക്ടീരിയക്ക് വന്നു കഴിഞ്ഞു. മനസ്സിലാവുന്ന പറഞ്ഞത്? അപ്പോ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. നമ്മൾ ഈ പറഞ്ഞ കേസ് സ്റ്റഡി വെച്ച് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. നമ്മൾ പുതിയ കാര്യം പഠിക്കാൻ പോവാണ്. എങ്ങനെയാണ് ഈ റെസിസ്റ്റൻസ് കിട്ടുന്നൊക്കെയുള്ള കാര്യം പഠിക്കാൻ പോവാണ്. നോക്കാം. വാട്ട് ആർ ദ ട്രീറ്റ്മെന്റ് ഗിവൺ ഇനിഷ്യലി ടു ക്യൂർ ദ ഡിസീസ്? വാട്ട് വാസ് ഇറ്റ്സ് റിസൾട്ട്? ആദ്യം വന്ന ട്യൂബർക്കുലോസിസ് വന്നപ്പോ അയാൾക്ക് എന്താ കൊടുത്തത്? ആന്റിബയോട്ടിക് കൊടുത്തല്ലേ. ഹി വാസ് ഗിവൺ ആന്റിബയോട്ടിക്. എന്തായി? ക്യൂർഡ് ആയി, അസുഖം മാറിയല്ലോ. അടുത്തെന്താ കൊടുത്തേക്കുന്നത്? വൈ ഡിഡ്ന്റ് ദ ഡിസീസ് ഗെറ്റ് ക്യൂർഡ് ഈവൻ ആഫ്റ്റർ ഗിവിംഗ് ട്രീറ്റ്മെന്റ് ഫോർ ദ സെക്കൻഡ് ടൈം? എന്തുകൊണ്ട് അത് സെക്കൻഡ് ടൈം ക്യൂർ ആയില്ല എന്ന് ചോദിച്ചാൽ എന്ത് പറ്റി? ദ ബാക്ടീരിയ ബിക്കം ഡിസീസ്, അല്ലെങ്കിൽ ആ ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ആയിപ്പോയി. ദ ബാക്ടീരിയ ബിക്കം ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ്. എന്താ ഈ ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് മനസ്സിലായോ നിങ്ങൾക്ക്? ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് എന്ന് വെച്ചാലേ, നമ്മൾ ആദ്യം ട്യൂബർക്കുലോസിസ് ആണെന്ന് അറിഞ്ഞപ്പോ ഒരു മരുന്ന് കൊടുത്തു, അതിന്റെ ആന്റിബയോട്ടിക് കൊടുത്തു. അപ്പൊ അതെന്താ? ക്യൂർ ആയി. ആ ബാക്ടീരിയ എല്ലാം എന്ത് ചെയ്തു? കില്ല് ചെയ്യാൻ സാധിച്ചു. പക്ഷെ രണ്ടാമത്തെ ഡിസീസ് വന്നപ്പോഴത്തേക്കിനും അതേ ആന്റിബയോട്ടിക് കൊടുത്തപ്പോ പറ്റുന്നില്ല. അത് ആ ഡിസീസ് ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. അതായത് സംതിങ് ഹാസ് ഹാപ്പൻ ടു ഇറ്റ്സ് ജീൻ. അതിന്റെ ജീൻ എന്തോ ഒരു വ്യത്യാസം പറ്റി. ആ ആന്റിബയോട്ടിക് ഇപ്പൊ അതിന് എന്ത് ചെയ്യുന്നില്ല, ആക്ടിവേറ്റ്, അതായത് ക്യൂർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതിനെന്ത് പറ്റി? അതിനെ പ്രതിരോധിക്കാനുള്ള ശേഷി കിട്ടി. ആ മരുന്നിന്, ആ ആന്റിബയോട്ടിക്കിനെ പ്രതിരോധിക്കാൻ ഈ ബാക്ടീരിയ കേപ്പബിൾ ആയി. ദാറ്റ് ഇസ് കോൾഡ് ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ്. അപ്പൊ രണ്ടാമത് കൊടുത്തപ്പോൾ എന്തായിരുന്നു ആ ബാക്ടീരിയക്ക് പറ്റിയത്? ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ആയി മാറി എന്നാണ് പറയുന്നത്.
ഹൗ ഡിഡ് ദ ട്യൂബർകുലോസിസ് ബാക്ടീരിയ അക്വയർ റെസിസ്റ്റൻസ് ടു ആന്റിബയോട്ടിക്? എങ്ങനെയാണ് ഈ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് കിട്ടുന്ന ഡോക്ടേഴ്സ് കണ്ടുപിടിച്ചത്? മ്യൂട്ടേഷൻ അല്ലേ, ഡ്യൂ ടു മ്യൂട്ടേഷൻ ഇൻ ജീൻ ആണ്. എന്തുകൊണ്ടാണ്? ഡ്യൂ ടു മ്യൂട്ടേഷൻ ഇൻ ജീൻ. ആ ജീനിന് മ്യൂട്ടേഷൻ പറ്റിയിട്ടല്ലേ അവർക്ക് അങ്ങനെ മാറ്റം പറ്റിയത്? മ്യൂട്ടേഷൻ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ്. ജീനിൽ വേരിയേഷൻ വരാൻ കാരണം ആരെന്നാണ് പറഞ്ഞേക്കുന്നത്? മ്യൂട്ടേഷൻ. ഒരു കാരണമാണ് മ്യൂട്ടേഷൻ. സഡൻ ഹെറിറ്റബിൾ ചേഞ്ചിന് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മ്യൂട്ടേഷൻ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പൊ ഈ ഒരു കേസ് സ്റ്റഡിയും ഈ ഇത്ര ആൻസേഴ്സും മനസ്സിലായി. ഇനി നോക്കിക്കേ, വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ദിസ് ബാക്ടീരിയ ട്രാൻസ്മിറ്റ് ദിസ് എബിലിറ്റി ടു ദർ നെക്സ്റ്റ് ജനറേഷൻ? എന്താ പറ്റുന്ന ആലോചിച്ച് നോക്കിക്കേ. ഈ ട്യൂബർകുലോസിസ് ബാക്ടീരിയ, ഒരു മരുന്നുണ്ട് ട്യൂബർകുലോസിന്, പക്ഷെ അത് കൊടുത്തിട്ടും ഈ ബാക്ടീരിയ എന്ത് ചെയ്യുന്നില്ല? ക്യൂർ ആവുന്നില്ല, ഡിസീസ് ക്യൂർ ആവുന്നില്ല. കാരണം അത് റെസിസ്റ്റന്റ് ആണ്. ഈ റെസിസ്റ്റന്റ് ബാക്ടീരിയ ഈ മ്യൂട്ടേറ്റഡ് ജീൻ നെക്സ്റ്റ് ജനറേഷന് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു വിചാരിക്കാം. അപ്പൊ എന്താ പറ്റുക? അടുത്തുള്ള ജനറേഷനും ഇതേ ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ആയിട്ട് തന്നെ വളരും. മനസ്സിലാവുന്നു? അപ്പൊ ഈ മരുന്ന് പിന്നെ അവർക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോ മെഡിക്കൽ ഫീൽഡ് എന്ത് പറ്റുന്നു? ഇതിനൊരു ബുദ്ധിമുട്ടാണ്. ഓരോ പ്രാവശ്യവും ഓരോ ജനറ്റിക് വേരിയേഷൻ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഓരോ മരുന്ന് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. നോക്കിക്കേ, നെക്സ്റ്റ് ജനറേഷൻ ഓൾസോ ഗെറ്റ് ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീൻ. അവർക്കും കിട്ടും, നെക്സ്റ്റ് ജനറേഷനും കിട്ടും. ആൻഡ് ഇറ്റ് ബിക്കം എ ഗ്രോയിങ് ഗ്ലോബൽ ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് മാറും. കാരണം ഓരോ പ്രാവശ്യം ഇങ്ങനെ വേരിയന്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോ പുതിയ മരുന്ന് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും, ഓരോ ഡിഫറെന്റ് ജീൻ മാറുന്നതനുസരിച്ച്. മനസ്സിലാവുന്നു? അപ്പോ ഇതൊരു ന്യൂസ് കട്ടിംഗ് ആണ്. സൂപ്പർ ബഗ്സ് നൗ റെസിസ്റ്റന്റ് ടു കീ എവറിഡേ ആന്റിബയോട്ടിക്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ സൂപ്പർ ബഗ്സ് എന്താ നമ്മൾ പഠിക്കുന്നുണ്ട്, നോക്കാം. സൂപ്പർ ബഗ്സ്, അപ്പൊ എന്താ ഈ സൂപ്പർ ബഗ്സ് എന്നാണ് നമ്മൾ അത് നോക്കാൻ വേണ്ടി പോകുന്നത്. ഇതൊരു ന്യൂസ് കട്ടിംഗ് ആണ്. സൂപ്പർ ബഗ്സ് എന്താണ് നമുക്ക് നോക്കാം. So superbugs, bacteria that are resistant to antibiotics multiply and cause disease. This resistance caused due to mutation can be transmitted to the next generation. Over time, the proportion of resistant bacteria increases. Proportion of resistant bacteria എന്ത് ചെയ്തുകൊണ്ടേ വരും? കൂടിക്കൊണ്ടേ വരും. And through many other mutation, they acquire ability to resist more than one antibiotic. This leads to the formation of multi-drug resistant strain called a superbug. അതായത് പോകെ എന്ത് ചെയ്യും? ഇപ്പൊ ഒരു ആന്റിബയോട്ടിക്, പിന്നെ അടുത്ത് കണ്ടുപിടിക്കുമ്പോൾ അതിനൊരു റെസിസ്റ്റന്റ് ആവും, മൂന്നാമത്തെ കണ്ടുപിടിക്കുമ്പോൾ അതിനും റെസിസ്റ്റന്റ് ആവും. അങ്ങനെ മൾട്ടിപ്പിൾ ആന്റിബയോട്ടിക്കിന് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ബാക്ടീരിയാസ് ഫോം ചെയ്യും അല്ലെ. സോ ദേ ആർ കോൾഡ് സൂപ്പർ ബഗ്സ്. ക്ലിയർ ആണോ? അപ്പൊ ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ആയിട്ട് ഓരോ പ്രാവശ്യം പുതിയ ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീൻ അവർക്ക് ആക്ടിവേറ്റ് ആവുകയും ദേ ബിക്കം സൂപ്പർ ബഗ്സ്. അവർ സൂപ്പർ ബഗ്സ് ആവുകയും ചെയ്യുന്നു. ക്ലിയർ ആണോ പറയുന്നത്? ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുവാണ്. ഡിഡ് ബാക്ടീരിയ ഡെവലപ്പ് റെസിസ്റ്റൻസ് ബിക്കോസ് ദേ നീഡഡ് ഇറ്റ് ഓർ വേർ സം ബാക്ടീരിയ ഓൾറെഡി റെസിസ്റ്റന്റ് ആൻഡ് സർവൈവ്ഡ്? ക്വസ്റ്റ്യൻ ഇതാണ്. ഇപ്പോ ട്യൂബർകുലോസിസ് കോസ് ചെയ്യുന്ന ബാക്ടീരിയ വിചാരിക്കുവാണ്, ഇങ്ങനെ ഒരാൾക്ക് അസുഖം ഉണ്ടാക്കി, ഡോക്ടർമാർ ഇന്ന മരുന്ന് പരീക്ഷിക്കും, അപ്പൊ ഞാൻ അതിന് പ്രതിരോധിക്കാൻ വേണ്ടി ഇന്ന ജീൻ മ്യൂട്ടേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് മനഃപൂർവ്വം ഇത് ആക്ടിവേറ്റ് ആവുന്നതാണോ? അതോ ഈ ജീനുള്ള ബാക്ടീരിയ എന്താണ് ഓൾറെഡി നമ്മുടെ ഈ എൻവയോൺമെന്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നതാണോ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഒന്നും കൂടെ, ഈ ബാക്ടീരിയ ആവശ്യാനുസരണം മാറുന്നതാണോ അതോ ഈ വേരിയേഷൻ ഇതിനകത്ത് ഓൾറെഡി ഉണ്ടോ? ഈ ബാക്ടീരിയക്കകത്ത്, ഈ ബാക്ടീരിയൻ പോപ്പുലേഷനിൽ ഇതേ വേരിയേഷൻ ഉള്ള ബാക്ടീരിയ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. നിങ്ങൾ ഈ ആൻസിന്റെ ഒരു എക്സാമ്പിൾ ഉണ്ടല്ലോ, ഉറുമ്പില്ലേ, ഉറുമ്പിന്റെ ഒരു എക്സാമ്പിൾ നിങ്ങൾ കേട്ടുണ്ടോ? അതായത് DDT എന്ന് പറയുന്നത് ഉറുമ്പുകളെയും കൊതുകുകളെയൊക്കെ കൊല്ലാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പെസ്റ്റിസൈഡ് ആണ്. അപ്പൊ ഇനിഷ്യലി ആദ്യമൊക്കെ DDT ഉപയോഗിക്കുമ്പോൾ എല്ലാ ഉറുമ്പുകളും ചത്തുപോകുമായിരുന്നു. പിന്നീട് എന്ത് പറ്റി? ഇതിന് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഉറുമ്പുകൾ വരാൻ തുടങ്ങി. അതിന്റെ അർത്ഥം അതോ ചില ഉറുമ്പുകൾക്ക് ഓൾറെഡി ജനിക്കുമ്പോഴേ DDT റെസിസ്റ്റന്റ് ജീൻ ഉള്ളതാണോ? അപ്പൊ ഇതിനെ കുറിച്ചുള്ള കാര്യമാണ് നമ്മൾ ഇതിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് ഈ ഒരാവശ്യാനുസരണം എന്ത് ചെയ്യുന്നതല്ല, ആരും ഈ വേരിയേഷൻ ഉണ്ടാക്കുന്നതല്ല. അവര് ജനിക്കുമ്പോഴേ ഈ വേരിയേഷനോട് കൂടിയാണ് ജനിക്കുന്നത്. ഒരു സന്ദർഭം വരുമ്പോൾ DDT ഉപയോഗിക്കുമ്പോൾ അവരെന്ത് ചെയ്തു? അവരുടെ ആ ഒരു പ്രത്യേകത കാരണം അവർ രക്ഷപ്പെട്ട് പോവുകയാണ്. അപ്പൊ ബാക്കിയുള്ളവരെല്ലാം മരിച്ചു. ഈ ഡിസീസ് റെസിസ്റ്റന്റ് DDT റെസിസ്റ്റന്റ് ആയിട്ടുള്ള ആന്റ് മാത്രം ജീവിച്ചു. അപ്പൊ അവരെന്ത് ചെയ്യും? അവരുടെ ആ ജീന് നെക്സ്റ്റ് ജനറേഷനിലേക്ക് കൊടുക്കും. അപ്പൊ ആ ജനറേഷൻ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ജനറേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ ഉണ്ടായി വന്ന ജനറേഷൻസ് എല്ലാം എന്തുണ്ട്? അവർക്ക് DDT റെസിസ്റ്റന്റ് ജീൻ ഉണ്ട്. DDT ഉപയോഗിച്ച ഉറുമ്പ് ഒന്നും ചാവുന്നില്ല. അവരെന്ത് ചെയ്തു? അതിന് റെസിസ്റ്റൻസ് നേടി എന്ന് പറയാറില്ലേ? ഇതേ സെയിം സാധനമാണ് അതിന്റെ അർത്ഥം. അപ്പം ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന, ഇത് എങ്ങനെ പറ്റിയത്, എങ്ങനെ സംഭവിക്കുന്നു എന്ന് ഡിസ്കസ് ചെയ്യുന്ന തിയറീസ് ആണ് നമുക്ക് ഈ ചാപ്റ്ററിൽ മുന്നോട്ട് പഠിക്കാനുള്ളത്. അപ്പൊ ഈ ഒരു കാര്യം മനസ്സിലാക്കി വെക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ പറയൂ അല്ലെ, ഇപ്പൊ നമുക്കൊരു യൂട്രൈൻ എന്തെങ്കിലും യൂറിനറി ഇൻഫെക്ഷൻ ഒക്കെ ആയിട്ട് എന്തെങ്കിലും ഇൻഫെക്ഷൻ ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്ക് നമുക്കൊരു കോഴ്സ് തരും, ആന്റിബയോട്ടിക്സിന്റെ ഒരു കോഴ്സ് തരും. അപ്പൊ ഡോക്ടർ പറയും ഇത്രയും കോഴ്സും കംപ്ലീറ്റ് ആയിട്ട് കഴിക്കണം. ചിലത് എന്താ ചെയ്യുക?
ഈ ഒരു വേദന മാറുമ്പോൾ എന്ത് ചെയ്യും, ഈ കോഴ്സ് അങ്ങ് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ അത് നല്ലതാണോ ചീത്തയാണോ നിങ്ങൾ ഇപ്പൊ ആലോചിച്ച് നോക്കിക്കേ. അപ്പൊ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ആന്റിബയോട്ടിക്കിന് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ബാക്ടീരിയ എക്സിസ്റ്റ് ചെയ്യുകയും അവർ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള നെക്സ്റ്റ് ജനറേഷനെ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ഈ ആന്റിബയോട്ടിക്സ് കാരണം അതിനെ എന്ത് ചെയ്യാം, അതിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റാത്തവർ എന്തുപോയി കാണും, നശിച്ചു പോയി കാണും. പക്ഷെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ they will exist and they will carry this gene to the next generation. അപ്പൊ ഇനി ഉണ്ടാവുന്ന എല്ലാം എന്താണ്, ഈ കൊടുത്ത ആന്റിബയോട്ടിക്സിന് എന്തായിരിക്കും, റെസിസ്റ്റന്റ് ആയിട്ടുള്ള ബാക്ടീരിയ ആയിരിക്കും. ഇപ്പൊ നമുക്ക് പിന്നും വേദന വരും അല്ലേ. അപ്പൊ അവർ കാരണം എന്താണ്, അവർ ഫുൾ ആയിട്ട് നശിച്ചിട്ടില്ല. പിന്നും വേദന നമ്മൾ അതേ മരുന്ന് കഴിച്ചാൽ നമുക്ക് ആ വേദന മാറുമോ? ഇല്ല. അവര് ആ ആന്റിബയോട്ടിക്കിന് റെസിസ്റ്റന്റ് ആയിട്ടുള്ള വേരിയേഷൻസ് ആയിരിക്കും അവിടെ ഉള്ളത്. മനസ്സിലാവുന്ന നിങ്ങൾക്ക് പറഞ്ഞത്. അതുകൊണ്ടാണ് ആന്റിബയോട്ടിക്സ് ഒരു കോഴ്സ് തന്നെ അത് കംപ്ലീറ്റ് ആയിട്ടും കഴിക്കണം എന്ന് പറയാനുള്ള കാരണം. അപ്പൊ നമുക്ക് തിരിച്ചു വരാം. ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ 2 തിയറീസ് പറയുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. ഒന്നും കൂടെ ക്വസ്റ്റ്യൻ വായിക്കുവാണ്. ഡിഡ് ബാക്ടീരിയ ഡെവലപ്പ് റെസിസ്റ്റൻസ് ബിക്കോസ് ദേ നീഡഡ് ഇറ്റ്? അവർക്ക് ആവശ്യമായത് കൊണ്ടാണോ ബാക്ടീരിയ ആ ഒരു റെസിസ്റ്റന്റ് ജീൻ പ്രൊഡ്യൂസ് ചെയ്തത്, ഡെവലപ്പ് ചെയ്തത്? അതോ ഓർ വേർ സം ബാക്ടീരിയ ഓൾറെഡി റെസിസ്റ്റന്റ് ആൻഡ് സർവൈവ്ഡ്? അതോ ആ പോപ്പുലേഷനിൽ ഓൾറെഡി വേരിയേഷൻ ഉള്ള ബാക്ടീരിയ ഉണ്ട്, അവർ സർവൈവ് ചെയ്തതാണോ എന്നാണ് ചോദ്യം കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു തിയറി പറഞ്ഞു കഴിയുമ്പോൾ ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പൊ ഒന്നും കൂടെ നമുക്ക് ഈ ചോദ്യം എടുത്തു വെച്ച് നോക്കാം. ശരി, നോക്കിക്കേ. ഫസ്റ്റ് തിയറി ലാമാർക്കിസം. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്കും ലാമാർക്ക് ആരാണ്, ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക് എന്ന് പറയുന്ന സയന്റിസ്റ്റ് പറയുവാണ്. അദ്ദേഹത്തിന്റെ തിയറി വിളിക്കുന്നത് ഇങ്ങനെയാണ്, തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടർ. തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടർ ബൈ ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക്. അദ്ദേഹം ആരാണ് നമുക്ക് പഠിക്കാം. ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക് വാസ് ദ ഫ്രഞ്ച് ബയോളജിസ്റ്റ് ആണ് who initiated early discussion related to biological evolution. His ideas are known as ലാമാർക്കിസം. അദ്ദേഹത്തിന്റെ ഐഡിയ എന്ത് വിളിച്ചു, ലാമാർക്കിസം എന്ന് വിളിച്ചു. ലാമാർക്കിസം. അപ്പോ ഇദ്ദേഹത്തിന്റെ ഐഡിയ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, കേട്ടിട്ടുണ്ടായിരിക്കും. ജിറാഫിന്റെ കഴുത്ത് നീളുന്ന ഒരു പ്രോസസ് നിങ്ങൾ എപ്പോഴും എവല്യൂഷൻ പറയുമ്പോഴത്തേക്കും ഈ ഒരു പിക്ചർ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വരും അല്ലേ. ഇങ്ങനെ ആദ്യം ജിറാഫിന് എന്തായിരുന്നു, ഷോർട്ട് നെക്ക് ആയിരുന്നു. താഴെയുള്ള ഗ്രാസ് എല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് ആവശ്യമായി എന്തായി, ഗ്രാസ് ഒന്നും ഇല്ല, ഫുഡ് ആവശ്യം വന്നപ്പോൾ അവർ എന്ത് ചെയ്തതാണ്, കഴുത്ത് നീട്ടി നീട്ടി അവരുടെ ആവശ്യപ്രകാരം കഴുത്ത് നീട്ടി 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 മുകളിലത്തെ പ്ലാന്റ്സ് കഴിക്കുന്നതാണെന്നും പറഞ്ഞ് നമ്മളൊരു എവല്യൂഷണറി തിയറി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ലാമാർക്കിസം അദ്ദേഹത്തിന്റെ ക്യാരക്ടർ പറയുന്നത്. തിയറി ഓഫ് അക്വയർഡ് ക്യാരക്ടർ ആണ്. എന്താണ് അക്വയർഡ് ക്യാരക്ടർ? അക്വയർ ചെയ്യാന്ന് വെച്ചാൽ നമ്മളിൽ ഇല്ല, നമ്മുടെ കയ്യിലില്ല, നമ്മൾ ജനിച്ചപ്പോഴൊന്നും ഇല്ല, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ പല ഇതായിട്ട് അക്വയർ ചെയ്ത് നേടിയെടുത്ത ക്യാരക്ടറാണ് അക്വയർഡ് ക്യാരക്ടർ. നമ്മൾ പല പ്രാവശ്യമായിട്ട് നേടിയെടുത്ത ക്യാരക്ടറിനാണ് അക്വയർഡ് ക്യാരക്ടർ എന്ന് പറയാം. അപ്പൊ ഈ അക്വയർഡ് ക്യാരക്ടർ എന്ത് ചെയ്യുന്നു, നെക്സ്റ്റ് ജനറേഷനിലേക്ക് പാസ് ഓൺ ചെയ്യുന്നു. ദാറ്റ് ഈസ് സിംപ്ലി ഇങ്ങനെ പറഞ്ഞേക്കുന്ന തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടർ. ആരാണ് അത് കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ ലാമാർക്കാണ്, ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക്. ക്ലിയർ ആണ്? അപ്പൊ അദ്ദേഹത്തിന്റെ തിയറിയിലേക്ക് പോവാം. നോക്കിക്കേ, ഇതാണ് പറയുന്നത്. ആദ്യം ഇങ്ങനെയല്ല, കുറച്ചുകൂടെ ഷോർട്ട് നെക്ക് മാൻ പോലത്തെ ഒരു ആളാണ്. അപ്പൊ അതെന്ത് ചെയ്യാണ്, ചെറിയ ഷ്രബും ഗ്രാസും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്രീച്ചർ ആയിരുന്നു ജിറാഫ് എന്ന് പറയുന്നത്. അതിന് അത്ര വലിയ ലോങ് നെക്കൊന്നും ഇല്ലായിരുന്നു. പിന്നെ പതിയെ പതിയെ ഫുഡ് കഴിച്ച് താഴത്തെ ഗ്രാസ് എല്ലാം കഴിഞ്ഞു പോയി, ഷ്രബിന്റെ ഇലയെല്ലാം കഴിഞ്ഞു പോകുമ്പോൾ അവർക്ക് പിന്നെ ട്രീസ് മാത്രമേ ഉള്ളൂ. അപ്പൊ ട്രീസിലേക്ക് എത്താൻ വേണ്ടി അവർ എന്ത് ചെയ്യാൻ തുടങ്ങി, പതിയെ പതിയെ അഡാപ്റ്റ് ചെയ്യാൻ തുടങ്ങി, അക്വയർ ചെയ്യാൻ തുടങ്ങി. എന്താണ്, കഴുത്തിന് നീളം വെക്കാൻ വേണ്ടി തുടങ്ങി. ആ കഴുത്തിന് നീളം വെച്ച ക്യാരക്ടറാണ് നെക്സ്റ്റ് ജനറേഷനിലേക്ക് പാസ് ഓൺ ചെയ്തത്. നിങ്ങളിത് പറയുമ്പോൾ ഒരു ജിറാഫ് ആണ് ഉണ്ടായിരുന്നത്, ഒരു ജിറാഫ് നീട്ടിയപ്പോൾ അടുത്ത ജനറേഷനിലേക്ക് പോയി എന്ന് വിചാരിക്കരുത്. ഒരു ഗ്രൂപ്പ് ഓഫ് ആളെ കുറിച്ച് തന്നെയാണ് ഈ പറയുന്നത്, ഒരാളല്ല കേട്ടോ. ഒരു ജിറാഫ് എന്നോ അങ്ങനെയൊന്നും അല്ല പറയുന്നത്, ഒരു പോപ്പുലേഷന്റെ കാര്യമാണ് പറയുന്നത്. സോ നോക്കിക്കേ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നത്, ശരിയായിരിക്കോ? ഇപ്പൊ ശരിയാണെന്ന് തോന്നുന്നുണ്ട് അല്ലേ. അതായത് ജിറാഫിന് ഇപ്പൊ കഴുത്തുണ്ട്, ചിലപ്പോ അങ്ങനെ ആയിരിക്കാം എന്ന് തോന്നുന്നുണ്ട് അല്ലേ. നമുക്ക് നോക്കാം ലാമാർക്കിന്റെ തിയറി ശരിയാണോ തെറ്റാണോ. അപ്പോൾ ലാമാർക്കിന്റെ തിയറി ഇങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ജിറാഫ് വിത്ത് ഷോർട്ട് നെക്സ് ദാറ്റ് ഫീഡ് ഓൺ ദ ഗ്രൗണ്ട്. ജിറാഫിന് ആദ്യം എന്തായിരുന്നു, ഷോർട്ട് നെക്ക് ആയിരുന്നു. അത് താഴെയുള്ള, അതായത് തറയിലൊക്കെ പൊടിച്ചു നിൽക്കുന്ന ചെറിയ ഗ്രാസ് ഇല്ലേ, അതൊക്കെയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഷ്രബ്, ചെറിയ ചെറിയ മരങ്ങളൊക്കെയാണ്, അതിൽ നിന്നൊക്കെ എല്ലാ ഇലയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. The giraffe's neck elongates as it stretches its neck to reach for leaves from higher branches due to food scarcity. അവസാനം എന്ത് പറ്റി, താഴെയുള്ള ഗ്രാസ് എല്ലാം കഴിഞ്ഞു തീർന്നു. അപ്പൊ അവർക്ക് എന്ത് വേണം, ഫുഡ് വേണം. ഫുഡ് സ്കേഴ്സിറ്റി, ഫുഡ് ഇല്ലാതായിപ്പോയി. അപ്പൊ അവർ എന്ത് ചെയ്യാൻ തുടങ്ങി, അവർക്ക് അഡാപ്റ്റഡ് ആവണം, അതായത് മുകളിലത്തെ ഗ്രാസ് കഴിക്കണം. അപ്പൊ അവർ എന്ത് ചെയ്യാൻ തുടങ്ങി, അവരുടെ നെക്ക് സ്ട്രെച്ച് ചെയ്യാൻ തുടങ്ങിയെന്ന്. Acquired characters were transmitted through generation, leading to the emergence of giraffes with the longer necks. അതായത് ഈ അക്വയർഡ് ക്യാരക്ടർ കാരണം, ഈ അക്വയർഡ് എന്ന് വെച്ചാൽ ഈ ഇങ്ങനെ നേടിയെടുത്ത ഒരു ക്യാരക്ടർ നെക്സ്റ്റ് ജനറേഷനിലേക്ക് പാസ് ഓൺ ചെയ്തു എന്നാണ് ആര് പറഞ്ഞേക്കുന്നത്, ലാമാർക്ക് പറഞ്ഞേക്കുന്നത്. ക്ലിയർ ആണോ പറയുന്നത്? ഈ ജിറാഫിന്റെ എക്സാമ്പിൾ പറഞ്ഞതുപോലെ ഒരു സ്നേക്കിന്റെ എക്സാമ്പിളും ഉണ്ട്. അതായത് സ്നേക്കിന് മുന്നേ കൈയും കാലും ഉണ്ടായിരുന്നു, പക്ഷെ സ്നേക്ക് താമസിക്കുന്ന എവിടെയാണ്, ഒരു ബറോ, പൊത്തിനകത്താണ് അല്ലെ. അപ്പോ എപ്പോഴും പൊത്തിനകത്ത് പോകാനും ഇറങ്ങാനും ബുദ്ധിമുട്ടായപ്പോ പിന്നെ ഈ പാമ്പ് അല്ലെങ്കിൽ ഈ സ്നേക്സ്
കൈ യൂസ് ചെയ്യാതെ, അതായത് കൈയുടെ യൂസ് അവർക്ക് ഇല്ലാതെ, ബറോവിനകത്ത് കയറാൻ കൈയുടെ ആവശ്യമില്ലല്ലോ. അപ്പൊ കൈയുടെ ബറോസിനകത്ത് കയറുമ്പോൾ കൈയും കാലും യൂസ് ചെയ്യാതായി എന്ത് പറ്റി, അവർക്ക് കൈ ഇല്ലാതായി, അല്ലെങ്കിൽ അവർക്ക് അപ്പൻഡേജസ് ഒന്നും ഇല്ലാതെയായി. അപ്പൊ നെക്സ്റ്റ് ജനറേഷനിലേക്ക് ഇത് പാസ് ഓൺ ചെയ്തിട്ടാണ് ഇപ്പൊ എന്ത് പറ്റിയത്, സ്നേക്സിനൊന്നും ലെഗ്സ് ഇല്ലാത്തത്. ഇതാണ് ആര് പറഞ്ഞത്, ലാമാർക്ക് പറഞ്ഞത്. ഇതും ശരിയാണെന്ന് തോന്നുന്നു നിങ്ങൾക്ക്? ജിറാഫിന്റെ കാര്യം പറഞ്ഞ പോലെ സ്നേക്കും ശരിയാണോ? ഒന്നുകൂടെ പറയാം. എനിക്ക് നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കിക്കേ, ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ അയാളുടെ കൈ യൂസ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കാം. കൈ കൊണ്ട് അയാൾ യാതൊരു പണിയും ചെയ്യുന്നില്ല എന്ന് വിചാരിക്കാം. അയാളുടെ കൈ കൊണ്ട് അയാള് യാതൊരുവിധ പണിയും ചെയ്യുന്നില്ല. അപ്പൊ അത് എന്ത് ചെയ്യും, നശിച്ചു പോവോ? നശിച്ചു പോയാൽ തന്നെയും അടുത്ത ജനറേഷനിൽ അയാൾക്ക് കൈയില്ലാത്ത കുഞ്ഞുണ്ടാവുമോ? ഇതല്ലേ പറഞ്ഞത് ലാമാർക്ക്? മനസ്സിലാവുന്നോ? അതായത് നമ്മുടെ ഇഷ്ടപ്രകാരം ഒരു ജനറേഷൻ അക്വയർ ചെയ്ത ക്യാരക്ടർ നെക്സ്റ്റ് ജനറേഷനിലേക്ക് പാസ് ഓൺ ചെയ്യും. പോട്ടെ, നമ്മളൊരു ടാറ്റു ചെയ്തെന്ന് വിചാരിക്കാം. ടാറ്റു ചെയ്യുമ്പോൾ നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മൾ അക്വയർ ചെയ്തൊരു ക്യാരക്ടറാണ് ടാറ്റു ചെയ്യാന്ന് പറഞ്ഞത്. ആ ടാറ്റു നെക്സ്റ്റ് ജനറേഷനിലേക്ക് പാസ് ഓൺ ചെയ്യുമോ? നെക്സ്റ്റ് ജനറേഷൻ ഉണ്ടാകുമ്പോൾ അവരുടെ കയ്യിലും അതേ ടാറ്റു ആണോ? ഇല്ലെങ്കിൽ നമ്മൾ കാതു കുത്തും അല്ലെ, നമ്മൾ കാതു കുത്തുമ്പോൾ നമ്മൾ അക്വയർ ചെയ്തൊരു ക്യാരക്ടറാണ് അല്ലെ, നമ്മൾ അക്വയർ ചെയ്യുന്ന ക്യാരക്ടർ നെക്സ്റ്റ് ജനറേഷനിലേക്ക് പാസ് ഓൺ ചെയ്യുമോ? നെക്സ്റ്റ് ജനറേഷനിലും അതുപോലെ കാതു കുത്തിയ കുട്ടികൾ ഉണ്ടാവുമോ? ഇതാണ് ആര് പറഞ്ഞ ഐഡിയ, ലാമാർക്ക് പറഞ്ഞ ഐഡിയ. അപ്പൊ അത് ശരിയാണോ? ജിറാഫിന്റെ കാര്യം നമുക്കൊന്നും അയ്യോ ശരിയാണല്ലോ എന്ന് തോന്നും അല്ലെ, പക്ഷെ ഇത് പറഞ്ഞു വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ശരിയാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ലാമാർക്കിന്റെ തിയറി ശരിയാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. മനസ്സിലാവുന്നോ? അപ്പോ later scientists proved that acquired character do not impart changes in the genetic structure of organisms and therefore are not inherited. പിന്നെ മനസ്സിലായി, ഇപ്പൊ മസിൽ ഡെവലപ്പ് ചെയ്യുന്നത് ജീനിൽ ഉണ്ടാവുന്ന പ്രവൃത്തി കാരണമാണോ? അല്ല, ഒരാളുടെ ഫിസിക്കൽ ആക്ടിവിറ്റി കാരണം ഉണ്ടായ ഒരു ചേഞ്ച് ആണ്. ഇറ്റ് വിൽ നോട്ട് മേക്ക് എനി ചേഞ്ച് ഇൻ ദ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ. അത് അതിന്റെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ, ആ മനുഷ്യന്റെ അല്ലെങ്കിൽ ആ ഒരു ജീവിയുടെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തുണ്ടാക്കുന്നില്ല, ചേഞ്ച് ഉണ്ടാക്കുന്നില്ല. ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനിൽ ചേഞ്ച് ഉണ്ടാക്കാതിരുന്നത് നെക്സ്റ്റ് ജനറേഷനിലേക്ക് പാസ് ഓൺ ചെയ്യൂ? ഇല്ല. ജീനിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ, ജീൻസിൽ വ്യത്യാസം വന്നാൽ മാത്രമേ എന്താണ് റീപ്രൊഡക്ഷൻ സമയത്ത് അത് ജീനിലേക്ക് ഇമ്പാർട്ട് ചെയ്യും. ഗമീറ്റ് ആവുമ്പോഴൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിരുന്നതാണല്ലോ. അപ്പൊ ഗമീറ്റ് ഉണ്ടാകുന്ന സമയത്ത് അത് ഇമ്പാർട്ട് ചെയ്ത് നെക്സ്റ്റ് ജനറേഷനിലേക്ക് പാസ് ഓൺ ചെയ്യുള്ളൂ. അപ്പൊ ലാമാർക്ക് പറഞ്ഞത് അങ്ങനെയല്ല, നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്ന ക്യാരക്ടർ നെക്സ്റ്റ് ജനറേഷനിലേക്ക് പാസ് ഓൺ ചെയ്യുന്നു. പാസ് ഓൺ ചെയ്യോ? ലാമാർക്കിന്റെ തിയറി തെറ്റാണെന്ന് മനസ്സിലാവുന്നു? തെറ്റെന്നല്ല, അത് അങ്ങനെ കറക്റ്റ് രീതിയിൽ സയന്റിഫിക് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ലാമാർക്കിന്റെ തിയറി സയന്റിഫിക്കിലേക്ക് അത് ക്വാളിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ അത് പാസ് ചെയ്യാൻ പറ്റുന്നില്ല, അതായത് ഓക്കെ ആണെന്ന് പറയാൻ വേണ്ടി പറ്റുന്നില്ല. ക്ലിയർ ആണോ ഈ പറഞ്ഞ കാര്യങ്ങൾ? അപ്പൊ നമ്മൾ പുതിയൊരു സയന്റിസ്റ്റ് നമ്മൾ പഠിക്കുവാണ്, ഡാർവിനിസം. ഡാർവിനം കേട്ടിട്ടുണ്ട് അല്ലെ, ഡാർവിന്റെ പരിണാമം എന്നൊക്കെ നമ്മൾ പലയിടത്തും കേട്ടിട്ടുണ്ട്. അപ്പോൾ ഡാർവിനിസം, ദ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ, ഇമ്പോർട്ടന്റ് ആണ്. രണ്ട് തിയറിയും ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ കമ്പാരിസൺ ആയിട്ടൊക്കെ ചോദിക്കാം എക്സാമിന്. രണ്ട് തിയറിയും ഇമ്പോർട്ടന്റ് ആണ്. എന്തുകൊണ്ട് ഇത് ശരിയല്ല, എന്തുകൊണ്ട് സയന്റിഫിക് അല്ല, എന്തുകൊണ്ട് സയന്റിഫിക് ആണെന്നുള്ള കാര്യം മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. സോ ഡാർവിനിസം, ദ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ. The English naturalist Charles Darwin's theory of natural selection, important ആണ്. എന്താണ്? തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ ഓർ ഡാർവിനിസം. മറ്റൊരു പേരാണ് ഡാർവിനിസം. ലാമാർക്കിൻ്റെത് ലാമാർക്കിസം അല്ലെങ്കിൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടേഴ്സ് എന്നാണ്. ഇവിടെ ഡാർവിൻ വന്നു. അത് സയന്റിഫിക്കലി പ്രൂവൻ ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ ഇൻഹെറിറ്റ് ചെയ്യൂല. സോ നമ്മൾ എന്ത് ചെയ്യുവാണ്, ഡാർവിൻ പഠിക്കാൻ പോവാണ്. ഡാർവിനിസം, ദി തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ, മാർക്ക് ദ ഫൗണ്ടേഷണൽ പെർസ്പെക്റ്റീവ് ഓഫ് മോഡേൺ എവല്യൂഷൻ. അദ്ദേഹമാണ് മോഡേൺ എവല്യൂഷൻ ഇങ്ങനെയാണ് സംഭവിച്ചേക്കാം എന്നുള്ള കാര്യം കൊണ്ടുവരുന്നത് ഡാർവിൻ. നമുക്ക് നോക്കാം. ഈ ഇരിക്കുന്ന വ്യക്തിയാണ് ആര്? ചാൾസ് ഡാർവിൻ. ഇത് അദ്ദേഹത്തിനെ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അദ്ദേഹത്തിന്റെ ഷിപ്പാണ് ഏതാണ്? HMS ബീഗിൾ ആണ് കേട്ടോ. HMS ബീഗിൾ ആണ് അദ്ദേഹം സഞ്ചരിച്ച ഷിപ്പാണ് HMS ബീഗിൾ. ക്ലിയർ ആണോ? നോക്കാം. Charles Robert Darwin. Charles Darwin was born on 12th February 1809 at Shrewsbury, England. He had shown intense interest in the study of nature. അദ്ദേഹത്തിന് nature ഭയങ്കര ഇഷ്ടമായിരുന്നു. In 1831, at the age of 22, he embarked on a 5-year voyage on the ship HMS Beagle. HMS Beagle for cartographical purpose. ഈ മാപ്പ് ഒക്കെ ഉണ്ടാക്കത്തില്ല, മാപ്പ് ഒക്കെ ഡിസൈൻ ചെയ്യത്തില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ആര് വോയേജിന് പോകുന്നത്, യാത്രയ്ക്ക് പോകുന്നത്? HMS ബീഗിളിൽ ചാൾസ് റോബർട്ട് ഡാർവിൻ യാത്ര പോകുന്നത്. So during this voyage, Darwin explored areas including South America, പോയി ഓസ്ട്രേലിയ ആൻഡ് ഗാലപ്പാഗോസ് ഐലൻഡ് എന്ന് പറയുന്ന ഒരു ദ്വീപ സമൂഹത്തിലേക്കും അദ്ദേഹം യാത്ര പോയിരുന്നു. He had meticulously observed and documented the diversity of flora and fauna there.
Returning to England in 1836, Darwin analyzed the specimens and observations he had made and deeply studied them by correspondence with other scientists through letters. അപ്പോൾ അദ്ദേഹം പോയിട്ട് വന്നപ്പോൾ ഒരുപാട് ഫ്ലോറ ഫോണ ചെടികളും അനിമൽസിനെയും ഒക്കെ അദ്ദേഹം നിരീക്ഷിച്ചു. കാരണം നേച്ചറിനോടുള്ള ആ ലവ് കാരണം. അതിനുശേഷം തിരിച്ചു വന്നിട്ട് ഇതെല്ലാം അദ്ദേഹം പഠിക്കുവാണ്, നോക്കുവാണ്. അതുമല്ല ഡൗട്ട് ഉള്ളതൊക്കെ സയന്റിസ്റ്റിനോട് മറ്റു സയന്റിസ്റ്റിനോട് ലെറ്റർ അയച്ചൊക്കെ ചോദിക്കണം ഇത് എന്താണെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അറിയാനുള്ള ആഗ്രഹം കാരണം. നോക്കിക്കേ, this perspective of Thomas Malthus had greatly influenced Darwin. തോമസ് മാൽത്തസ് ഒരു എക്കണോമിസ്റ്റ് ആണ്, മാത്രമല്ല പോപ്പുലേഷനെ കുറിച്ച് മനസ്സിലാക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു തിയറി അനുസരിച്ച്, തോമസ് മാൽത്തസിന്റെ തിയറി അനുസരിച്ച് പോപ്പുലേഷൻ കൂടുന്നതനുസരിച്ച് എന്ത് കൂടണം എന്നില്ല, ഫുഡ് പ്രൊഡക്ഷൻ കൂടണമെന്നില്ല. പോപ്പുലേഷൻ അനുസരിച്ച് ഫുഡ് പ്രൊഡക്ഷൻ കൂടണമെന്നില്ല, അത് വാറിലേക്കും ഡിസീസിലേക്കും പോവർട്ടിയിലേക്കൊക്കെ നയിക്കാം എന്നുള്ളൊരു തിയറിയാണ് ആർക്കുള്ളത്? തോമസ് മാൽത്തസ്. അദ്ദേഹം ഒരു എക്കണോമിസ്റ്റ് ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ തിയറിയൊക്കെ ഡാർവിനെ കുറച്ചൊന്ന് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പം അതേ ഈ പോപ്പുലേഷനെ കുറിച്ചൊക്കെ പഠിക്കാൻ ആഗ്രഹമുള്ള ഒരാളാണ് ഡാർവിനും എന്ന് നമുക്ക് മനസ്സിലാക്കാം. So he noticed the evolutionary studies of the British naturalist Alfred Russel Wallace. The papers of Darwin and Wallace were presented at the Science Conference. So in 1859, he elaborated and presented his ideas on his book, The Origin of Species. അപ്പോൾ ഡാർവിന്റെ ഷിപ്പ് പഠിക്കണം, അതുപോലെ തന്നെ ഡാർവിന്റെ ബുക്ക് പഠിക്കണം, ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ്. ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് ആണ് ഡാർവിന്റെ ബുക്കിന്റെ പേര്. ക്ലിയർ ആണോ? ശരി. അപ്പൊ അത് നോക്കിക്കേ, എന്താണ് ഡാർവിൻ അവിടെ പോയിട്ട് മനസ്സിലായത്? അപ്പൊ എവല്യൂഷനെ കുറിച്ചൊക്കെ പഠിക്കണമെങ്കിൽ എന്തെങ്കിലും സീരിയസ് ആയിട്ട് കണ്ട് മനസ്സിലാക്കി പഠിക്കണമല്ലോ. അപ്പൊ അതെന്താണ് അദ്ദേഹം കണ്ടെത്തിയതെന്നാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹം കണ്ടെത്തിയ തിയറി എന്ന് പറയുന്നത് ഫിഞ്ചസിന്റെ ബേസിലാണ്. അതായത് ചെറിയ ബേർഡ്, ബീക്കൊക്കെ സീഡ് ഈറ്റിംഗ് ആയിട്ടുള്ള കുഞ്ഞു ബേർഡ്, സ്ട്രോങ് ബീക്കുള്ള കുഞ്ഞു ബേർഡിനെ വിളിക്കുന്ന പേരാണ് ഫിഞ്ചസ്. അപ്പോൾ ഗലപ്പാഗോസ് എന്ന് പറയുന്ന ഒരു ദ്വീപ സമൂഹമാണ്, കുറെ ദ്വീപുകളുള്ള സ്ഥലമാണ്. സോ ഈ ദ്വീപുകളെല്ലാം പോയപ്പോഴത്തേക്കിന് ഇവിടെ ഉള്ള എല്ലാ ബേർഡ്സും സിമിലർ ആണ്, കാണാൻ വേണ്ടി എന്താണ് സിമിലർ ആണ്. പക്ഷേ ഡീപ്പായിട്ട് അദ്ദേഹം ഒബ്സർവ് ചെയ്തപ്പോ അവരുടെ ബീക്ക്, സീഡ്സ് ഒക്കെ ഈറ്റ് ചെയ്യുന്ന ബീക്കില്ല, അവരുടെ ചുണ്ടുകള്, കൊക്കുകള് ഡിഫറെന്റ് ആണ്. ഓരോന്നിനും ഓരോ ഡിഫറെന്റ് ഷേപ്പ് ആണെന്ന് അദ്ദേഹം മനസ്സിലായി. കാണാൻ എല്ലാവരും ഒരുപോലെയാണല്ലോ, പക്ഷെ എന്റെ ബീക്ക് മാത്രം എന്തുകൊണ്ട് വ്യത്യാസമായി എന്നൊക്കെ ആര് ചിന്തിക്കാൻ തുടങ്ങി കാണും? ഡാർവിൻ. അങ്ങനെ ചിന്തിച്ചതിന്റെ ഫലമാണ് നമ്മളിപ്പോ എന്ത് പഠിക്കുന്നത്? ഡാർവിനിസം അഥവാ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ പഠിക്കുന്നത്. There are about 14 different species of finches in the Galapagos archipelago. The major difference these species exhibit is the shape and the size of the beak. പറഞ്ഞില്ലേ, ഷേപ്പും സൈസും, അവരുടെ ബീക്കിന്റെ ഷേപ്പും സൈസും ആണ് വ്യത്യാസം. ഒരു കാണാനൊക്കെ ഒരുപോലെയാണ്, പക്ഷെ അവരുടെ ബീക്കിന്റെ ഷേപ്പും സൈസും വ്യത്യാസമാണ്. Birds with the beak suitable shape or size depending on the availability of the depending on the availability of food resources in the environment will survive and produce more offspring. അതായത് ഇപ്പം ഒരുപാട് ദ്വീപുകൾ, ഐലൻഡ് എന്ന് പറഞ്ഞു. അപ്പൊ ഓരോ ഐലൻഡിലും അവൈലബിൾ ആയിട്ടുള്ള ഫുഡ് ഏതാണോ ആ ഫുഡിനനുസരിച്ചാണ് അവിടെയുള്ള ബേർഡ്സ് എന്ത് ഡെവലപ്പ് ചെയ്തേക്കുന്ന അവരുടെ ബീക്ക് വ്യത്യസ്ത കാണാൻ കഴിഞ്ഞത് എന്നാണ് പറയുന്നത്. നോക്കിക്കേ, ഇവിടെ നമ്മൾ കാണാൻ പറ്റുമല്ലോ, കോമൺ ആൻസസ്റ്റർ കാണാം. ഇതാണ് കോമൺ ആൻസസ്റ്റർ അവിടെ ഉള്ള എല്ലായിടത്തും ഉള്ള എല്ലാ ബേർഡ്സും ഇതുപോലെയാണ് ഇരുന്നിരുന്നത്. എന്നാൽ അവരുടെ ബീക്ക് മാത്രം വ്യത്യാസം. എന്താ ഇവിടെ നോക്കിക്കേ, ഇതിന്റെ ലാർജ് ഗ്രൗണ്ട് ഫിഞ്ച് കണ്ടോ? ലാർജ് ഗ്രൗണ്ട് ഫിഞ്ച് ഫോർ എന്തിനാണ്? സീഡ്സ് ഈറ്റ് ചെയ്യാനാണ് അവരുടെ ലാർജ് ഗ്രൗണ്ട് ഫിഞ്ച്. എന്നാൽ നോക്കിക്കേ, കാക്ടസ് ഫിഞ്ചും ഉണ്ട്. അത് എന്ത് കഴിക്കാനാണ്? അവിടെയുള്ള ഏതോ ഒരു ഐലൻഡിലുള്ള കാക്ടസ് കഴിക്കാനാണ്. അടുത്തൊരു ഐലൻഡ് നോക്കിക്കേ, വാബ്ലർ ഫിഞ്ച് ഉണ്ട്. എന്താണ്? കുറച്ച് പോയിന്റഡ് ആയിട്ട് ഇൻസെക്റ്റിനെയൊക്കെ ഈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്തരം ഫിഞ്ചുണ്ട്. അപ്പൊ ഇതെല്ലാം ഒരിടത്തുണ്ട് എന്നല്ല പറഞ്ഞത്, വേരിയസ് ആയിട്ടുള്ള ഐലൻഡിലാണ്. ഇത് ഒരു ടൈപ്പ് ഐലൻഡിൽ, ഇത് വേറൊരു ടൈപ്പ് ഐലൻഡിൽ, ഇത് മറ്റൊരു ടൈപ്പ് ഐലൻഡിൽ. മനസ്സിലാവുന്നു? അപ്പൊ അവിടെയുള്ള ഫുഡ് അനുസരിച്ചാണ് അവർക്ക് ഈ വ്യത്യാസം വന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു വ്യത്യാസം അഡാപ്റ്റ് ചെയ്ത് എന്തായിരിക്കത്തില്ല, ഫിസിക്കലി ആയിരിക്കും. അഡാപ്റ്റ് ചെയ്തത് നെക്സ്റ്റ് ജനറേഷനിലേക്ക് പോവോ? ഇല്ല. അതല്ലേ ലാമാർക്ക് പറഞ്ഞപ്പോൾ നമ്മൾ തെറ്റാണെന്ന് പറഞ്ഞത്. ഇങ്ങനെ വിചാരിക്കൂ, നമ്മുടെ കോമൺ ആൻസസ്റ്റർ ഗലപ്പാഗോസ് ഐലൻഡിലെ മെയിൻ ആൻസസ്റ്റർ എന്ന് പറയുന്നത് സീഡ് ഈറ്റിംഗ് ആണെന്ന് വിചാരിച്ചോ. അപ്പൊ ആ സീഡ് ഈറ്റിംഗ് ആയിട്ടുള്ള കുറെ പോപ്പുലേഷൻ, കുറെ ബേർഡ്സ്, ഇത് ഒരാളാണെന്ന് വിചാരിക്കരുത്, ഒരു പോപ്പുലേഷൻ ആണ് എപ്പോഴും പോവുക. അപ്പൊ കുറെ ബേർഡ്സ് ഉണ്ട്. ഇവരെന്തോ കാരണത്താൽ, ചിലപ്പം എന്തെങ്കിലും ഒരു മൗണ്ടൻ വന്നു, എന്തെങ്കിലും ഒരു കാരണത്താൽ എന്ത് ചെയ്യപ്പെട്ടു? മറ്റൊരു ഐലൻഡിലേക്ക് പ്ലേസ് ചെയ്യപ്പെട്ടു. അപ്പോ ഈ പോയവരില് മെയിൻലി ആരാണുള്ളത്? സീഡ് ഈറ്റിംഗ് ആയിട്ടുള്ള ബേർഡ്സ് ആണുള്ളത്. പക്ഷെ അവരിലും വേരിയേഷൻ ഉണ്ട്. അവരിൽ എന്തുണ്ട്? വേരിയേഷൻ ഉള്ളവർ ഉണ്ട്. അപ്പൊ അവരും കൂടെ പോയിട്ടുണ്ട്. ഈ സീഡ് ഈറ്റിംഗിന്റെ കൂടെ വേരിയേഷൻ ഉള്ളവരും പോയിട്ടുണ്ട്. ആ പോയ സമയത്താണ് ആ പുതിയ ഐലൻഡിൽ എന്ത് മാത്രമേ ഉള്ളൂ? കാക്ടസ് മാത്രമേ ഉള്ളൂ. കാക്ടസ്, സീഡ്സ് ഒന്നും ഇല്ല. അപ്പോ അവിടെയുള്ള മിക്ക ബേർഡ്സിന് എന്താണുള്ളത്? സീഡ് ഈറ്റിംഗ് ബീക്സ് ആണുള്ളത്. അവരെല്ലാം എന്ത് സെർച്ച് ചെയ്യും? സീഡ് ഉണ്ടോന്ന് സീഡ്സ് സെർച്ച് ചെയ്യും. അപ്പൊ അവർക്ക് കഴിക്കാൻ ഒന്നും കിട്ടില്ല. അവർ എന്ത് ചെയ്യും? പതിയെ ഫുഡ് കിട്ടാതെ ചത്തുപോകും.
പക്ഷേ വേരിയേഷൻ ഉള്ള ആൾക്കാർ എന്ത് ചെയ്യും? കാക്ടസ് ഫീഡ് ചെയ്യാൻ പറ്റും, അവർക്ക് കാക്ടസ് കഴിക്കാൻ പറ്റും. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം ചത്തു. അപ്പൊ കാക്ടസ് കഴിക്കാൻ പറ്റുന്ന ആൾക്കാർ മാത്രമേ സർവൈവ് ചെയ്യത്തുള്ളൂ. അവരെന്ത് ചെയ്യും? ആ ജീൻസ് നെക്സ്റ്റ് ജനറേഷനിലേക്ക് പാസ് ഓൺ ചെയ്യും. അങ്ങനെ പാസ് ഓൺ ചെയ്യുമ്പോൾ പിന്നെ ആ ഐലൻഡിൽ ആര് മാത്രമേ കാണുള്ളൂ? കാക്ടസ് ഈറ്റിംഗ് ആയിട്ടുള്ള ബേർഡ്സ് മാത്രമേ കാണുള്ളൂ. ഐഡിയ ക്ലിയർ ആണോ? അപ്പോ ഇവിടെ കാക്ടസ് ഉള്ളതുകൊണ്ട് മാറിയതാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഓൾറെഡി അവരുടെ ജീനില് കാക്ടസ് ഈറ്റിംഗ് ആയിട്ടുള്ള ബീക്കുള്ള വേരിയസ് ആയിട്ടുള്ള ബേർഡ്സ് ഉണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ കാക്ടസ് മാത്രം ഉള്ളത് കൊണ്ട് അവര് അവിടെ എന്ത് ചെയ്തു? സർവൈവ് ചെയ്തു, ഫ്ലറിഷ് ചെയ്തു. എന്നാൽ ഇവിടെ ആണെങ്കിലോ, മെയിൻ സീഡ് ഈറ്റിംഗ് ആണെങ്കിൽ അവർക്ക് അത്രയും ഫ്ലറിഷ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാക്ടസ് ഈറ്റിംഗ് ആയിട്ടുള്ള ബീക്സ് ആണ് അവർക്ക് ഉള്ളത്. അപ്പൊ അവർക്ക് അവിടെ അത്രയും ഫ്ലറിഷ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഒന്നും കൂടെ ക്ലിയർ ആക്കാൻ വേണ്ടി നമുക്കൊരു എക്സാമ്പിൾ പറയാം. ചുമ്മാ വിചാരിക്കും, നിങ്ങളുടെ സ്കൂളില് എൻട്രൻസിൽ ഇരിക്കുന്ന ചെറിയൊരു ഗേറ്റ് ആണ്. ഇപ്പൊ നമ്മുടെ ഗേറ്റ് അല്ല, ഡോർ. നമ്മുടെ ഡോറിനെക്കാളും പകുതി ലെങ്ത് ഉള്ള ഒരു ഡോർ ആണെന്ന് വിചാരിക്കുക. ഇപ്പൊ നമ്മുടെ പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഹൈറ്റ് ഉള്ള ആൾക്കാരുണ്ട്, ഹൈറ്റ് കുറഞ്ഞ ആൾക്കാരുണ്ട്, മീഡിയം ഹൈറ്റ് ഉള്ള ആൾക്കാരുണ്ട്, അങ്ങനെ പലതരം ഹൈറ്റ് ഉള്ള ആൾക്കാരുണ്ട്. അപ്പോ ഗേറ്റ് എല്ലായിടത്തും, എല്ലാ ഗേറ്റും അത്രേ ഉള്ളൂ എന്ന് വിചാരിക്കുക. ഹാഫ് സൈസേ ഉള്ളൂ. നമ്മുടെ ഗേറ്റ് അല്ല, ഡോർ. ആ ഡോർ ഹാഫ് സൈസേ ഉള്ളൂ എന്ന് വിചാരിക്കാം. അപ്പോ ഈ ടോളറുള്ള ആൾക്കാർ എന്ത് ചെയ്യും? സ്ട്രഗിൾ ചെയ്യും അല്ലെ? അതിന്റെ അകത്തൂടെ പോകാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യും. എന്നാൽ ഷോർട്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് പോകാൻ വേണ്ടി പറ്റും. ക്ലിയർ അല്ലേ? അപ്പോ ആ ഡോർ ഷോർട്ട് ആണെന്ന് വിചാരിച്ച് നമ്മൾ പെട്ടെന്ന് അങ്ങ് ഷോർട്ട് ആയതാണോ? അല്ല. ഷോർട്ടും ടോളും എല്ലാം നമ്മുടെ പോപ്പുലേഷനിലുണ്ട്. ഡോറ് ചെറുതായപ്പോ ഷോർട്ട് ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്തു? പെട്ടെന്ന് സർവൈവ് ചെയ്ത് പോയി. അവർ പെട്ടെന്ന് കയറി പോകാൻ പറ്റും. അവരെന്ത് ചെയ്യും? ഫ്ലറിഷ് ചെയ്യും. ഇതാണ് ആക്ച്വലി സംഭവിക്കുന്നത്. സോ വേരിയേഷൻ ഡു എക്സിസ്റ്റ് ഇൻ എ പോപ്പുലേഷൻ. വേരിയേഷൻ ഉള്ള ആൾക്കാർ ഉണ്ട്. പക്ഷേ നേച്ചർ ആണ് സെലക്ട് ചെയ്യുന്നത് ഏത് എക്സിസ്റ്റ് ചെയ്യണം, ഏത് ഫ്ലറിഷ് ചെയ്യണം എന്ന്. മനസ്സിലാവുന്നു? ഈ തിയറിയാണ് ഡാർവിന്റെ നാച്ചുറൽ സെലക്ഷൻ പറയുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ പറഞ്ഞൂടെ? ഡൈവേഴ്സിറ്റി ഇൻഫ്ലുവൻസ് സർവൈവൽ ത്രൂ ദ പ്രോസസ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ. നേച്ചർ അല്ലേ ഇതെല്ലാം സെലക്ട് ചെയ്യുന്നത്? നേച്ചർ ആണ് സെലക്ട് ചെയ്യുന്നത് ഏതാണ് ഫ്ലറിഷ് ചെയ്യേണ്ടത്, ഏതാണ് ഡിസപ്പിയർ ചെയ്യേണ്ടത്, ഈ ക്യാരക്ടർ വേണോ വേണ്ടയോ. അപ്പോ അതിനനുസരിച്ച് പെട്ടെന്നുണ്ടാകുന്ന മാറ്റമല്ല, വേരിയേഷൻ പോപ്പുലേഷനിൽ ഉണ്ട്. അത് എപ്പോഴാണോ ആവശ്യം വരിക അതെന്ത് ചെയ്യുന്നു? ഫ്ലറിഷ് ചെയ്യുന്നു. അത്ര മാത്രമേ ഉള്ളൂ. സോ ഇഫ് ഓൾ ദ ഐലൻഡ് ഹാഡ് സെയിം ഫുഡ് വുഡ് ഡിഫറെന്റ് ഫിഞ്ചസ് സ്റ്റിൽ ഫോം. അപ്പൊ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഗലപ്പാഗോസ് ഐലൻഡിൽ പലയിടത്ത് പോയപ്പോഴും പല ഫുഡാണ് അവൈലബിൾ ആയിരുന്നത്. അതുകൊണ്ടാണ് ഡാർവിൻ ഡിഫറെന്റ് ഫിഞ്ചസിനെ കണ്ടുപിടിച്ചത്. എന്നാൽ ഇവിടെയൊക്കെ എന്തായിരുന്നു? മെയിൻ ഗലപ്പാഗോസ് ഐലൻഡിൽ കണ്ടതുപോലെ സീഡ് ഈറ്റിംഗ് തന്നെയാണ്, അല്ലെങ്കിൽ എല്ലായിടത്തും സീഡ്സ് തന്നെയാണെന്നുണ്ടെങ്കിൽ വേറൊരു ഫിഞ്ച് അവിടെ ഡെവലപ്പ് ചെയ്യുമോ? ഇല്ല. നേച്ചർ ഇത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. എല്ലായിടത്തും സീഡ് ഈറ്റിംഗ് മതി എന്നുള്ളൊരു പോളിസി അല്ലേ. അപ്പോൾ പുതിയ ഫിഞ്ച് ഉണ്ടാവോ? വേരിയേഷൻ ഉണ്ടെങ്കിലും അവരെന്ത് ചെയ്യും? ആ കാക്ടസ് ഈറ്റിംഗ് വേരിയേഷൻ ആ പോപ്പുലേഷൻ ഉണ്ടെങ്കിലും അവർ ഫ്ലറിഷ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം എല്ലായിടത്തും സീഡ് ഈറ്റിംഗ് ആണ്. ഇപ്പൊ കൂടുതലും ഫ്ലറിഷ് ചെയ്യുന്നത് എന്ത് തന്നെയായിരിക്കും? സീഡ് ഈറ്റിംഗ് ഫിഞ്ച് ആയിരിക്കും. കാക്ടസ് ഈറ്റിംഗ് ആയിട്ടുള്ള ബേർഡ്സ് അതിനകത്തുള്ള വേരിയേഷൻ ഉള്ള ബേർഡ്സ് അതിനകത്ത് ഉണ്ടെങ്കിലും അവർക്ക് ഫ്ലറിഷ് ചെയ്യാൻ പറ്റുമോടാ? ഇല്ല. അവരെന്ത് ചെയ്യും? പതിയെ ആ പോപ്പുലേഷനിൽ നിന്ന് ഡിസപ്പിയർ ചെയ്യും. കാരണം നേച്ചർ അത് ആഗ്രഹിക്കുന്നില്ല, ആവശ്യപ്പെടുന്നില്ല. മനസ്സിലാവുന്നോ? അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തേക്കാണ് നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ എങ്ങനെ ആവും, അങ്ങനെയല്ലേ എന്നൊരു ചിന്ത, ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. മനസ്സിലാവുന്നു? അപ്പോ ലാമാർക്കിന്റെ തിയറിയും ഡാർവിന്റെ തിയറിയും മനസ്സിലാവുന്നു. ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാവുന്നു? ലാമാർക്ക് പറഞ്ഞത് ആവശ്യം വരുമ്പോൾ അത് എന്ത് ചെയ്യുന്നു? നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്നു. അഡാപ്റ്റ് ചെയ്ത ക്യാരക്ടർ നെക്സ്റ്റ് ജനറേഷനിൽ കൊടുക്കുന്നു. പക്ഷെ നമുക്ക് മനസ്സിലായി അഡാപ്റ്റ് ചെയ്യുന്ന ക്യാരക്ടർ ഒരിക്കലും ജീനിൽ മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല. സോ ദാറ്റ് നെക്സ്റ്റ് ജനറേഷനിലേക്ക് ഇൻഹെറിറ്റ് ചെയ്യില്ല. എക്സാമ്പിൾ എന്തൊക്കെ ആലോചിക്കാം? മസിൽ, നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റി കാരണം അല്ലെങ്കിൽ ജിമ്മിൽ പോയിട്ട് നമ്മൾ മസിൽ ചെയ്തു എന്ന് വിചാരിച്ച് അതേ മസിൽസ് ഉണ്ടാവുമോ? ഇല്ല. അതൊരിക്കലും ജീനിൽ ഉണ്ടാവുന്ന മാറ്റമല്ല. കാത് കുത്തിയ നെക്സ്റ്റ് ജനറേഷനിൽ കാത് കുത്തിയ കുട്ടി വരുമോ? ഇല്ല. ടാറ്റു ചെയ്താൽ അത് പാസ് ഓൺ ചെയ്യോ? ഇല്ല. ഇതൊക്കെ നമ്മൾ അഡാപ്റ്റീവ് ക്യാരക്ടേഴ്സ് ആണ്. എക്സാമ്പിൾ പറയാം, ജിറാഫ് തന്നെയാണ് കേട്ടോ. ജിറാഫും അതുപോലെ തന്നെ സ്നേക്കിൻ്റെതും പറയാറുണ്ട്. യൂസ് ആൻഡ് ഡിസ്യൂസ് തിയറി. അതിന്റെ ആദ്യം കാലുണ്ടായിരുന്ന ഒരു റെപ്റ്റൈൽ ആയിരുന്നു സ്നേക്ക്, പിന്നീട് അതിന്റെ ഡിസ്യൂസ്, അതായത് യൂസ് ചെയ്താണ് അത് പോയെന്നുള്ള രണ്ട് തിയറീസ് ആണ് മെയിൻലി ലാമാർക്കിന്റെ കാര്യത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അതേമറിച്ച് ഡാർവിൻ പറഞ്ഞത് അങ്ങനെയാണോ? ഇല്ല. ഡാർവിൻ കുറച്ചും കൂടെ ഡീപ്പായിട്ട് ചിന്തിക്കാൻ തുടങ്ങി, സയന്റിഫിക് ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങി. അപ്പോഴാണ് മനസ്സിലായത് നേച്ചർ ആണ് ഇതെല്ലാം സെലക്ഷൻ. അതായത് നമ്മുടെ ഒരു പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ വേരിയേഷൻ എല്ലാം ജീനിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നേച്ചർ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് ആ വേരിയേഷൻ ഫ്ലറിഷ് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യും. അപ്പൊ ജിറാഫിന്റെ കാര്യം നമുക്ക് ഡാർവിന്റെ കാര്യം വെച്ച് പറഞ്ഞൂടെ? പറയാം. അതായത് ജിറാഫ് ഷോർട്ട് നെക്ക് ആയിട്ടുള്ള ജിറാഫും ഉണ്ടായിരുന്നു, ലോങ് നെക്ക് ആയിട്ടുള്ള ജിറാഫും ഉണ്ടായിരുന്നു. ആദ്യം എന്തായിരുന്നു? താഴെയുള്ള പുല്ല് കഴിക്കുന്ന നേരത്ത് എന്ത് ചെയ്തു? ആ
ഷോർട്ട് ആയിട്ടുള്ള നെക്കുള്ള ആൾക്കാർക്ക് എന്തായിരുന്നു സ്യൂട്ടബിൾ ആയിരുന്നു, അവരത് കഴിച്ചുകൊണ്ടിരുന്നു. എന്നാൽ പിന്നെ പിന്നെ താഴെയുള്ള പുല്ലുകൾ ഗ്രാസ് കഴിഞ്ഞപ്പോൾ ലെങ്തി ഉള്ള നെക്കുള്ള ജിറാഫ് മാത്രമേ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ, അവർക്കേ സർവൈവ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഷോർട്ട് നെക്കുള്ള ജിറാഫിന് സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല. അവരെ നേച്ചർ എന്ത് ചെയ്യുവാണ്, എലിമിനേറ്റ് ചെയ്യുവാണ്. ബെറ്റർ ക്യാരക്ടർ ഉള്ള ജിറാഫ്, ലോങ് നെക്ക് ഉള്ള ജിറാഫിനെ എന്ത് ചെയ്യുവാണ്, പ്രൊമോട്ട് ചെയ്യുവാണ്, അല്ലെങ്കിൽ ഫ്ലറിഷ് ചെയ്യിപ്പിക്കുവാണ്. അപ്പോൾ ബാക്കിയുള്ള ഷോർട്ട് നെക്കായിട്ടുള്ള ജിറാഫ് ഡിസപ്പിയർ ആവുകയും ലോങ് നെക്ക് അടുത്ത ജനറേഷനിലേക്ക് ആ ജീനിനെ എന്തു ചെയ്യുകയും ചെയ്യും, ആ ജീന് പാസ് ഓൺ ചെയ്യുകയും ചെയ്യും. ഇത് തന്നെയല്ലേ? അപ്പൊ ഒരേ കാര്യം നമുക്ക് രണ്ട് തിയറി വെച്ചും കൂടെ പറയാം, പക്ഷെ കൂടുതൽ സയന്റിഫിക് ആയിട്ട് പറയാൻ പറ്റുക ഡാർവിന്റെ തിയറിയാണ്, തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ. ക്ലിയർ ആണോ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡാർവിൻസ് എക്സ്പ്ലനേഷൻ ഓൺ ഹൗ ദീസ് ഫിഞ്ചസ് ലേറ്റർ ഇവോൾവ് ഇൻടു ന്യൂ സ്പീഷീസ്. അതായത് നമ്മൾ പറഞ്ഞില്ലേ, ഈ ഐലൻഡിൽ നിന്ന് പോയ മറ്റു ഐലൻഡിലേക്ക് പോയ ബേർഡ്സ് പുതിയൊരു സ്പീഷീസ് ആയിട്ട് ഇവോൾവ് ചെയ്യുവാണ്. അപ്പൊ അത് എങ്ങനെയാണ് ഡാർവിൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പറയുവാണ്. ആദ്യം എന്താണ് പറയുന്നത്, ഓവർ പ്രൊഡക്ഷൻ. Organisms produce more offspring than the environment can support. ആദ്യത്തെ പോയിന്റ് എന്താണ്, ഓവർ പ്രൊഡക്ഷൻ. അപ്പൊ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് എങ്ങനെയാണ് ഒരു പോപ്പുലേഷൻ എങ്ങനെയാണ് ഒരു സ്പീഷീസ് ഉണ്ടാവുക. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഓവർ പ്രൊഡക്ഷൻ. അതായത് ഒരു എൻവയോൺമെന്റിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതിലും അധികം ഓഫ്സ്പ്രിങ്ങുകളെ ഓർഗാനിസംസ് പ്രൊഡ്യൂസ് ചെയ്യും. അടുത്ത് വേരിയേഷൻ. ആ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്ത ഓഫ്സ്പ്രിങ്ങിനകത്ത് വേരിയേഷൻ കാണും. എല്ലാവരും ഒരുപോലത്തെ ഓഫ്സ്പ്രിങ് ആയിരിക്കും എന്ന് ചോദിച്ചാൽ അല്ല, അവർക്ക് എല്ലാവർക്കും പല വിധത്തിലുള്ള വേരിയേഷൻസ് ഉണ്ടാവും. നോക്കിക്കേ, ഓർഗാനിസംസ് ഷോ ഡിഫറൻസസ് ഫ്രം ഈച്ച് അതർ. അവരുടെ സൈസില്, ഇമ്മ്യൂണിറ്റിയില്, സീഡ് പ്രൊഡക്ഷൻ, ഇതിലെല്ലാത്തിലും എന്തുണ്ടായിരിക്കും, വ്യത്യാസം ഉണ്ടായിരിക്കും. ഓരോ ജീവികൾ എടുത്താലും ഇങ്ങനെ പറ്റും കേട്ടോ, അങ്ങനെ ആലോചിക്കാൻ പറ്റും. അപ്പോൾ ഓരോന്നിലും എന്തുണ്ടായിരിക്കും, വ്യത്യസ്തത ഉണ്ടായിരിക്കും, വേരിയേഷൻ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് എന്താണ്, ദീസ് വേരിയേഷൻ ക്യാൻ ബി ഫേവറബിൾ ഓർ ഹാർംഫുൾ ടു ദ ഓർഗാനിസം. ഇത് ചിലപ്പോൾ ഫേവറബിൾ ആകാം, ചിലപ്പോൾ അൺഫേവറബിൾ ആകാം. സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്. അപ്പൊ അത് എന്ത് ചെയ്യാം, സ്ട്രഗിൾ ചെയ്യാം. ഏതാണോ നേച്ചർ സെലക്ട് ചെയ്യുന്നതനുസരിച്ച് അവർ എന്ത് ചെയ്യാം, സ്ട്രഗിൾ ചെയ്യാം. ലിമിറ്റേഷൻ ഓഫ് റിസോഴ്സസ്. ചിലപ്പോൾ അതിനനുസരിച്ച് അവർക്ക് ഇപ്പം ഇത്രയും ഓഫ്സ്പ്രിങ്സിനുള്ള ഫുഡ് അവിടെ ഉണ്ടാവണമെന്നില്ല. അപ്പൊ പല രീതിക്ക് അവർ എന്ത് ചെയ്യാം, സ്ട്രഗിൾ ചെയ്യാം. ഇൻക്ലൂഡിംഗ് ഫുഡ്, ഷെൽട്ടർ, മേറ്റ് വിൽ ലീഡ് ടു കോമ്പറ്റീഷൻ എമംഗ് ഓർഗാനിസം. അപ്പൊ ഇത് സംഭവം എന്തിലേക്ക് നയിക്കുന്നു, കോമ്പറ്റീഷനിലേക്ക്. അപ്പൊ ഒന്നാമത്തെ ഓവർ പ്രൊഡക്ഷൻ ആണ്. പിന്നെ ഈ ഓവർ പ്രൊഡക്ഷനിൽ തന്നെ എന്തുണ്ടായിരിക്കും, വേരിയേഷൻ ഓഫ് സ്പ്രിങ്സ് ഉണ്ടായിരിക്കും. ഇവർ എന്ത് ചെയ്യും, കോമ്പറ്റീഷൻ ഉണ്ടാവും. ഈ ഓഫ് സ്പ്രിങ്സ് തമ്മിൽ തന്നെ കോമ്പറ്റീഷൻസ് ഉണ്ടാവും. ഇതിൽ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. എന്താണ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്? ഇമ്പോർട്ടന്റ് ആണ്. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണ്. നമ്മൾ ഇങ്ങനെ പഴഞ്ചൊല്ലുണ്ടല്ലോ, കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നുള്ളത്. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് നമുക്ക് ഇങ്ങനെ പറയാം. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നതായാലും അതിൽ ആരോഗ്യമുള്ള ആളായിരിക്കും, അല്ലെങ്കിൽ അതിൽ ഫേവറബിൾ ആയിട്ടുള്ള ആളായിരിക്കും എന്ത് ചെയ്യുക, ഫിറ്റ് ആവുക, അല്ലെങ്കിൽ അതിൽ ജയിക്കുക എന്ന് പറയത്തില്ല. അപ്പം ഈ കോമ്പറ്റീഷൻ ഉണ്ടാകുന്ന സമയത്ത് ഏതാണോ ഫേവറബിൾ ആയിട്ടുള്ളത് അത് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, സർവൈവ് ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ കോമ്പറ്റീഷനിൽ വിജയിക്കത്തുള്ളൂ. ഓർഗാനിസംസ് വിത്ത് ഫേവറബിൾ വേരിയേഷൻ സർവൈവ് ഇൻ ദ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്. ഇമ്പോർട്ടന്റ് ആണ്. ഓർഗാനിസംസ് വിത്ത് ഫേവറബിൾ വേരിയേഷൻ സർവൈവ് ഇൻ ദ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്. നിലനിൽക്കാനുള്ള കോമ്പറ്റീഷനിൽ ഏത് വേരിയേഷൻ ആണോ ഫേവറബിൾ ആയിട്ടുള്ളത് അത് മാത്രമേ എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. മറ്റുള്ളവയെ എന്ത് ചെയ്യും, എലിമിനേറ്റ് ചെയ്യുക തന്നെ ചെയ്യും. ദേ റീപ്രൊഡ്യൂസ്. ജയിക്കുന്നവരെ റീപ്രൊഡ്യൂസ് ചെയ്ത് എന്ത് ചെയ്യത്തുള്ളൂ, പുതിയ ആ വേരിയേഷനെ മുന്നോട്ട് കൊണ്ടുപോകത്തുള്ളൂ, കണ്ടിന്യൂ ചെയ്യത്തുള്ളൂ. സോ ദേ റീപ്രൊഡ്യൂസ് മോർ ഇഫക്റ്റീവ്ലി ആൻഡ് ക്രിയേറ്റ് ന്യൂ ജനറേഷൻ എന്നാണ് പറയുന്നത്. ഇനി നാച്ചുറൽ സെലക്ഷൻ. ഫേവറബിൾ വേരിയേഷൻസ് ആർ പാസ്ഡ് ഓൺ ടു ദ നെക്സ്റ്റ് ജനറേഷൻ. മോർ വേരിയേഷൻ, ഫേവറബിൾ ജനറേഷൻ എന്ത് ചെയ്യത്തുള്ളൂ, അടുത്ത ജനറേഷനിലേക്ക് പാസ് ചെയ്യത്തുള്ളൂ. More variations accumulate over time, leading to the creation of organisms and unable to reproduce. അതായത് more variations accumulate over time, leading to the creation of organisms that are unable to reproduce within the species. They evolve as new species. They evolve as എന്താണ്, new species. ഇതാണ് ഡാർവിൻ പറയുന്ന എക്സ്പ്ലനേഷൻ ഫോർ എ ന്യൂ സ്പീഷീസ്. മനസ്സിലാവുന്നു? ഡാർവിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഇപ്പൊ പറയുന്നത്. ന്യൂ സ്പീഷീസ് എങ്ങനെയായിരിക്കാം ഇവോൾവ് ചെയ്യുന്നത്, ഡാർവിന്റെ എക്സ്പ്ലനേഷൻ ആണ് പറയുന്നത്. ക്ലിയർ ആണോ പറയുന്നത്? നോക്കിക്കേ, a plant produce hundreds of seeds. ഒരു മാവിൽ തന്നെ എത്ര മാങ്ങയായിരിക്കും ഉണ്ടാവുക. അപ്പൊ അതിന്റെ ആ മാങ്ങയുടെ സീഡ്സ് എല്ലാം എന്താണ്, പൊട്ടിമുളച്ച് മാവ് മരം ആവുകയാണെങ്കിൽ ലോകം മുഴുവൻ എത്ര മാവ് ഉണ്ടായേനെ അല്ലെ? അപ്പൊ അതെല്ലാം മാവ് ആവുന്നുണ്ടോ? ഇല്ല. hen lay many eggs. ഈ കോഴി ഇടുന്ന മുട്ടകളെല്ലാം കോഴിക്കുഞ്ഞുങ്ങളാവുകയാണ്? അല്ല. അപ്പോ ഈ എൻവയോൺമെന്റിന് എന്താണ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതിന് ഒരുപാട് ഓഫ്സ്പ്രിങ്സിനെ നേച്ചർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഓർഗാനിസം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഫിഷസ് ലേ thousands of eggs. ഈ മീനിടുന്ന മുട്ടകളെല്ലാം അടുത്ത ജനറേഷനിൽ കുഞ്ഞുങ്ങളാണെങ്കിൽ ഈ ഓഷൻ മുഴുവൻ എന്തായാലും മുഴുവൻ മീൻ കുഞ്ഞുങ്ങളെ കാണുള്ളായിരുന്നു. അപ്പൊ അങ്ങനെ അല്ല സംഭവിക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, ഓക്കെ, ഓവർ പ്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞില്ലായിരുന്നോ? സോ ഓർഗാനിസംസ് പ്രൊഡ്യൂസ് മോർ ഓഫ്സ്പ്രിങ്സ് ദാൻ ദ എൻവയോൺമെന്റ് ക്യാൻ സപ്പോർട്ട്. എൻവയോൺമെന്റ് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ ഓഫ്സ്പ്രിങ്സിന് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ, ഓർഗാനിസംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. മനസ്സിലാവുന്നു? അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. സോ നേച്ചർ പ്രൊഡ്യൂസ് മോർ ഓഫ്സ്പ്രിങ്സ് ദാൻ ക്യാൻ സർവൈവ്.
ദിസ് ലീഡ്സ് ടു കോമ്പറ്റീഷൻ ആൻഡ് സെലക്ഷൻ. സോ നേച്ചർ പ്രൊഡ്യൂസ് മോർ ഓഫ് സ്പ്രിങ്സ് ദാൻ ക്യാൻ സർവൈവ്. നിലനിൽക്കാൻ പറ്റുന്നതിലും അധികം ഓഫ് സ്പ്രിങ്ങുകൾ പ്രൊഡ്യൂസ് ചെയ്യുകയും ദിസ് ലീഡ് ടു കോമ്പറ്റീഷൻ, അത് കോമ്പറ്റീഷനിലേക്ക് നയിക്കുകയും അതുവഴി സെലക്ഷൻ നടത്താൻ പറ്റുകയും ചെയ്യും. ക്ലിയർ ആവുന്നു? കോമ്പറ്റീഷൻ നടന്നാലേ സെലക്ഷൻ നടത്തേണ്ട ആവശ്യമുള്ളൂ. സെലക്ഷൻ നടത്തുന്നപ്പോഴേ എന്തായിരിക്കും, എപ്പോഴും ഗുഡ് ക്വാളിറ്റി അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്നവരെ മാത്രമേ നേച്ചർ സെലക്ട് ചെയ്യുള്ളൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പോ ഇത്ര നേരം പഠിച്ചത് ലാമാർക്കിന്റെയും ഡാർവിന്റെയും തിയറീസ് ആണ്. വ്യത്യാസം നിങ്ങൾക്ക് നല്ലോണം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ടേബിൾ ടെക്സ്റ്റിലുണ്ട്, അത് നല്ലോണം പഠിക്കണം കേട്ടോ. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ അതിനൊരു ടേബിളാക്കി വെച്ചു, നമുക്ക് ജസ്റ്റ് വായിക്കാം. ലാമാർക്കിസം, ജിറാഫ് ഓഫ് ഏർലിയർ പീരീഡ്സ് പൊസസ്ഡ് ഷോർട്ട് നെക്ക്. അത്രേ ഉള്ളൂ, ഷോർട്ട് നെക്കേ ഉണ്ടായിരുന്നുള്ളൂ. ലാമാർക്ക് പറയുന്നതാണേ, ജിറാഫ് ബിഗാൻ ടു സ്ട്രെച്ച് ദെയർ നെക്ക് ടു ഒബ്റ്റെയിൻ ഫുഡ്. താഴെയുള്ള ഫുഡ് തീർന്നപ്പോൾ പുതിയ ഫുഡ് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി സ്ട്രെച്ച് ചെയ്യാൻ തുടങ്ങി. ബൈ കണ്ടിന്യൂസ് യൂസ് ജിറാഫ് വിത്ത് ലോങ്ങർ നെക്ക് എമർജ്ഡ്. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസ് കാരണം അതെന്തായി, അതിന്റെ നെക്ക് ലോങ് ആയി. എൻവയോൺമെന്റ് കോസ് വേരിയേഷൻ ഇൻ ഓർഗാനിസം. അപ്പം ചുറ്റുപാടും കാരണം അതിന് വേരിയേഷൻ ഉണ്ടായി. എന്നിട്ട് ലാമാർക്ക് ഇതും കൂടെ പറഞ്ഞു, അങ്ങനെ നമ്മൾ ലൈഫ് ടൈമിൽ അക്വയർ ചെയ്ത ക്യാരക്ടർ ഇൻഹെറിറ്റ് ചെയ്യുകയും കൂടെ ചെയ്യുമെന്ന് ലാമാർക്ക് പറഞ്ഞു. എന്നാൽ ഇതേ തിയറി എന്നല്ലേ ഡാർവിൻ നമുക്ക് വേറെ തിരിച്ചു പറയാൻ പറ്റുമല്ലോ. ജിറാഫ് വിത്ത് നെക്ക് ഓഫ് വേരിയിങ് ലെങ്ത്, അതായത് ലോങ് നെക്ക് ഉള്ളവരും ഷോർട്ട് നെക്ക് ഉള്ളവരും ആ പോപ്പുലേഷനിൽ ഉണ്ടായിരുന്നു. ഓൺലി ദ ജിറാഫ് വിത്ത് ലോങ്ങർ നെക്ക് സർവൈവ്ഡ് ഇൻ ദ കോമ്പറ്റീഷൻ ഫോർ ഫുഡ്. അപ്പൊ അവിടെ നടത്തിയ കോമ്പറ്റീഷൻ എന്തിന്റെ പേരിലായിരുന്നു, അതായത് ഒരുപാട് ഓഫ്സ്പ്രിങ്സ് ഉണ്ട്, അവിടെ വേരിയേഷൻ ഉണ്ട്. അപ്പോൾ നടത്തിയ നേച്ചർ എന്ന് നടത്തി കോമ്പറ്റീഷൻ നടത്തി, ഫുഡായിരുന്നു അടുത്ത കോമ്പറ്റീഷൻ. അപ്പൊ താഴെയുള്ള ഫുഡ് കഴിഞ്ഞു, ഇപ്പൊ കോമ്പറ്റീഷൻ ഫുഡിന് വേണ്ടി കോമ്പറ്റീഷൻ ആയി. അപ്പൊ അതിൽ ആരായിരുന്നു സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്? ഫിറ്റ് ആയത് ആരായിരുന്നു? ലോങ് നെക്ക് ഉള്ള ആൾക്കാർ. താഴെയുള്ളത് തീർന്നു, അപ്പൊ ലോങ് നെക്ക് ഉള്ള ആൾ എന്ത് ചെയ്തു? ഫിറ്റ് ആയി, ജയിച്ചു, കോമ്പറ്റീഷനിൽ ജയിച്ചു. അപ്പോൾ ഓൺലി ദ ജിറാഫ് വിത്ത് ലോങ്ങർ നെക്ക് സർവൈവ്. അതിനെ മാത്രം നേച്ചർ എന്ത് ചെയ്തു? സെലക്ട് ചെയ്തു. നേച്ചർ സെലക്ട് ചെയ്തു. സോ ബിക്കം എ ന്യൂ സ്പീഷീസ് ആയി. എൻവയോൺമെന്റ് സെലക്ട് ദ ഫേവറബിൾ വേരിയേഷൻ ഓഫ് ഓർഗാൻസ്. എൻവയോൺമെന്റ് ആണ്, വേരിയേഷൻ ഉണ്ട്, അതിൽ ഫേവറബിൾ ഏതാണോ അത് നേച്ചർ സെലക്ട് ചെയ്യുന്നു. അതാണ് ഡാർവിൻ പറഞ്ഞ തിയറി. രണ്ട് തിയറിയും ഒരേ കാര്യം തന്നെയാണ് എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. പക്ഷേ കൂടുതൽ സയന്റിഫിക് ഏത് തിയറിയാണ്? ഡാർവിന്റെ തിയറിയാണ് കൂടുതൽ സയന്റിഫിക് ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? ഡിഫറൻസ് നല്ലോണം മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. വേറൊരു എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റും. ഈ ഇംഗ്ലണ്ടില് ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ സമയത്ത്, അപ്പം അതിന് മുന്നേ ഈ ഒരു ചെറിയ ബട്ടർഫ്ലൈയുടെ മൂത്ത് എന്ന് വിളിക്കും. ഈ ബട്ടർഫ്ലൈ മൂത്ത് പോലത്തെ ഒരു ജീവിയുണ്ട്, ബട്ടർഫ്ലൈ പോലെ തന്നെ ചെറുതാണ്. രണ്ട് വേരിയേഷൻസ് ഉണ്ടായിരുന്നു, ഒന്ന് ബ്ലാക്കും വൈറ്റും. അപ്പൊ പൊല്യൂഷന് മുന്നേ എന്ന് പറയുമ്പോഴത്തേക്കിനും പൊല്യൂഷൻ ഒന്നുമില്ല. ട്രീ ബാർക്ക്, ട്രീയുടെ ആ ട്രങ്ക് ഒക്കെ ഇല്ലേ, ട്രീയുടെ മറ്റേ ഷൂട്ട് ഭാഗം, ആ തടി ഭാഗം ഒക്കെ ഇല്ലേ, അതൊക്കെ നല്ല വൈറ്റ് ആണ്. അതായത് ലൈക്കനൊക്കെ വന്നിട്ട് നല്ല ഭംഗിക്ക്, പൊല്യൂഷൻ ഒന്നും ഇല്ലാത്ത നല്ല ലൈക്കനൊക്കെ ഉണ്ട്. ലൈക്കനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, ആൽഗൽ ഫംഗൽ അസോസിയേഷൻ ആണ് ലൈക്കൻ എന്ന് വിളിക്കാം. സോ ലൈക്കനൊക്കെ വന്നിട്ട് നല്ലൊരു വൈറ്റിഷ് കളർ ആയിരിക്കും ആ ട്രങ്കിന് കൊടുത്തിട്ടുണ്ടാവുക. അപ്പോ ഈ വൈറ്റ് മോത്തും ഉണ്ട്, ബ്ലാക്ക് മോത്തും ഉണ്ട്. ബട്ടർഫ്ലൈ ടൈപ്പ് ആണ് ഈ മോത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇവര് വന്നിരിക്കുമ്പോഴത്തേക്കിനും പ്രിഡേറ്റേഴ്സിന് ഈസി കണ്ടുപിടിക്കാൻ ആരാ? കാരണം അന്ന് ലൈക്കനൊക്കെ ഉള്ളത് നല്ല വൈറ്റ് കളർ, ഒരു ആഷ് കളറിലായിരിക്കും എന്ത് ചെയ്തിരിക്കുന്നത്, ആ തടി ഒക്കെ ഇരിക്കുന്നത്. സോ പെട്ടെന്ന് വൈറ്റും ബ്ലാക്കും ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഈ കിളികൾക്കെല്ലാം ആരെയായിരിക്കും നോട്ടീസ് ചെയ്യാൻ എളുപ്പം? ബ്ലാക്കിനെ ആയിരിക്കും. അപ്പൊ ബ്ലാക്കിനെ കൊത്തി കഴിക്കും. അപ്പൊ ആരുടെ പോപ്പുലേഷൻ കൂടി? വൈറ്റ് മോത്തിന്റെ പോപ്പുലേഷൻ കൂടി വന്നു. പക്ഷെ വേരിയേഷൻ ഉണ്ട്, ബ്ലാക്കും വൈറ്റും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് എന്ത് വരുന്നത്, ഇൻഡസ്ട്രിയലൈസേഷൻ ഒക്കെ വന്നതിന് ശേഷം പൊല്യൂഷൻ ആവുന്നു. അപ്പോൾ ട്രീയുടെ കളറൊക്കെ എന്തായി? പൊല്യൂഷൻ കാരണം പൊടിയടിച്ച് ഡസ്റ്റി ഒക്കെ ആവുമ്പോഴത്തേക്കിനും ഇതേ വൈറ്റ് മോത്തും ബ്ലാക്ക് മോത്തും ഉള്ള സമയത്ത് ഇപ്പൊ ആർക്കായിരിക്കും പ്രിഡേഷൻ അല്ലെങ്കിൽ പ്രിഡേറ്റ് ചെയ്യാൻ ബേർഡ്സ് ആദ്യം നോട്ടീസ് ചെയ്യുന്ന ആരെയായിരിക്കും? ഇപ്പൊ വൈറ്റ് മോത്തിനായിരിക്കും. അപ്പൊ എന്ത് ചെയ്യുന്നു? വൈറ്റ് മോത്ത് ഡിസപ്പിയർ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നേച്ചറാണ് സെലക്ട് ചെയ്യുന്നത് ഏതാണ് ഫേവറബിൾ ക്യാരക്ടർ എന്നുള്ളത്. അതനുസരിച്ച് ഓർഗാനിസംസ് ഇവോൾവ് ചെയ്ത് വരുവാണ് എന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ? ഈ ഐഡിയ, ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ അല്ലെ? നമ്മൾ ആദ്യം ചോദിച്ച അതേ ക്വസ്റ്റ്യൻ, ഡിഡ് ബാക്ടീരിയ ഡെവലപ്പ് റെസിസ്റ്റൻസ് ബിക്കോസ് ദേ നീഡഡ് ഇറ്റ് ഓർ വേർ സം ബാക്ടീരിയ ഓൾറെഡി റെസിസ്റ്റ് ആൻഡ് സർവൈവ്ഡ്? നിങ്ങൾ പറഞ്ഞേ, ആ ഒരു ആവശ്യം വന്നപ്പോ DDT ഉപയോഗിച്ച് ഇനി ഞാൻ പുതിയൊരു ജീൻ ഉണ്ടാക്കാം എന്ന് പറഞ്ഞ അപ്പോ ബാക്ടീരിയ ചെയ്തതാണോ, അതോ ആ വെറൈറ്റി, ആ വേരിയേഷൻ, ആ ജീനുള്ള ബാക്ടീരിയ ഓൾറെഡി ആ പോപ്പുലേഷൻ ഉണ്ടായിരുന്നോ? ഓൾറെഡി ഉണ്ടായിരുന്നു. ആ വേരിയേഷനുള്ള ബാക്ടീരിയ ഓൾറെഡി ആ പോപ്പുലേഷനിൽ ഉണ്ടായിരുന്നു. സാഹചര്യം വന്നപ്പോൾ അത് ഫ്ലറിഷ് ആയി എന്ന് മാത്രം അല്ലേ? അതാണ് കേട്ടോ എന്റെ ഉത്തരം. ശരി, നോക്കിക്കേ. ന്യൂ വേരിയന്റ്സ് ഓഫ് കൊറോണ വൈറസ് ഡസന്റ് ചേഞ്ച് ബിക്കോസ് ഇറ്റ് വാണ്ട്സ് ടു സർവൈവ്. റാൻഡം മ്യൂട്ടേഷൻ ഒക്കെ ആൻഡ് ദ വേരിയന്റ്സ് ദാറ്റ് സ്പ്രെഡ് ബെറ്റർ ആർ നാച്ചുറലി സെലക്ടഡ്. നമ്മൾ കൊറോണയുടെ കാര്യം പറയുമ്പോഴത്തേക്കിനും പല വേരിയേഷന്റെ കാര്യം, SARS-CoV-2 എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് ഒരുപാട് വെറൈറ്റീസ് പറയാറുണ്ട്. ഈ വേരിയസ് ആയിട്ടുള്ള വേരിയേഷനുള്ള വൈറസ് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നേച്ചർ അനുസരിച്ച്, നേച്ചർ സെലക്ട് ചെയ്യുന്നതനുസരിച്ച് അത് എന്ത് ചെയ്യുന്നു? ഫ്ലറിഷ് ആവുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ.
ജസ്റ്റ് ഞാൻ പറഞ്ഞു നമുക്കത് മനസ്സിലാവുന്നുള്ളത് കൊണ്ട് ഫേവറബിൾ അല്ല, നമുക്ക് ഫെമിലർ ആയിട്ടുള്ള എക്സാമ്പിൾ ആയതുകൊണ്ട് ഞാനത് പറഞ്ഞു എന്നേ ഉള്ളൂ. ശരി, അപ്പൊ ഇനി എന്താണ് നിയോ ഡാർവിനിസം? അപ്പൊ നമ്മൾ ഡാർവിന്റെയും ലാമാർക്കിന്റെയും തിയറീസ് ഏകദേശം കംപ്ലീറ്റ് ചെയ്യും. രണ്ടിന്റെ ഡിഫറൻസ് നല്ലോണം മനസ്സിലാക്കുക, വ്യത്യാസം ഉണ്ട് രണ്ടിന്റെ വ്യത്യാസം എന്താണെന്ന് നല്ലോണം മനസ്സിലാക്കാം. ഇനി എന്താണ് നിയോ ഡാർവിനിസം നോക്കാം. ഡാർവിൻസ് തിയറി ഓഫ് എവല്യൂഷൻ ഹാസ് ബീൻ സബ്ജക്ട് ടു ക്രിറ്റിസിസം ബിക്കോസ് അന്ന് ഗ്രിഗർ ആൻഡ് മെൻഡൽ ചെയ്തപ്പോഴും ക്രിറ്റിസിസം ആയല്ലോ. ആരെങ്കിലും ആക്സെപ്റ്റ് ചെയ്തോ? ഇല്ല. കാരണം അന്ന് അതിനുള്ള അറിവില്ല, അറിവ് ആർക്കും പറഞ്ഞു കൊടുക്കാനും പറ്റില്ല. അപ്പൊ എന്താണ് ഈ ട്രാൻസ്ഫോം ചെയ്യുന്നത്, എന്താണ് ഈ വേരിയേഷന് കാരണം എന്നൊക്കെ ഉള്ള കാര്യം ആർക്കറിയത്തില്ല, ഡാർവിന് അറിയത്തില്ല. So Charles Darwin had no idea about the genetic basis of variation. Genetic base എന്താണെന്നൊന്നും ആർക്കറിയില്ല, നമ്മുടെ ഡാർവിന് അറിയില്ല. So, however, with the discoveries of Gregor Johann Mendel and the concept about chromosomes and genes, it was recognized that causes of variation that lead to evolutions were genetic change, genetic recombination during sexual reproduction and gene flow. ഇതൊക്കെയാണ് ഈ വേരിയേഷന് കാരണം എന്നുള്ള കാര്യം മനസ്സിലായി. എന്ത് നടക്കുന്നു എന്ന് മനസ്സിലായി, പക്ഷെ എന്തുകൊണ്ടാണെന്നുള്ളത് ഗ്രിഗർ യോഹാൻ മെൻഡലിന്റെ ആ ഒരു സ്റ്റഡീസ് നടത്തുമ്പോഴാണ് ജീനാണ്, ക്രോമസോം ആണ്, ഇങ്ങനെ അത് ഇൻഹെറിറ്റ് ചെയ്യുന്നു, ഗമേറ്റ് ഉണ്ടാകുമ്പോൾ സെഗ്രിഗേറ്റ് ചെയ്യുന്നു, ഡൊമിനന്റ് ആണ്, റിസീവ് ആണെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി തുടങ്ങിയത്. സോ ലേറ്റർ ഡാർവിനിസം ബിക്കം അൺക്രിറ്റിക്കലി റാഷണലിസ്റ്റ്. അതിനുശേഷം എന്ത് ചെയ്തു, ഡാർവിന്റെ തിയറീസ് ഒക്കെ ഇങ്ങനെ ആയിരിക്കും എന്നുള്ളതൊക്കെ ക്രിറ്റിക്കലി അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി, കൂടുതൽ സ്റ്റഡീസ് തുടങ്ങി. എന്തിലേക്കൊക്കെ നയിച്ചു? പോപ്പുലേഷൻ ആൻഡ് ജെനറ്റിക്സ്, പാലിയന്റോളജി, എൻവയോൺമെന്റൽ സയൻസ്, അതായത് പോപ്പുലേഷൻ എങ്ങനെയാണ്, അതിന്റെ ഫോസിൽ റെക്കോർഡ്സ് എങ്ങനെയാണെന്നൊക്കെ ഉള്ള കാര്യങ്ങളെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി. സോ ദാറ്റ് ആ ബ്രാഞ്ച് ഓഫ് സയൻസ് വിളിക്കുന്ന പേരാണ് നിയോ ഡാർവിനിസം. എന്ന് വിളിക്കുക, നിയോ ഡാർവിനിസം.